ഈ ക്ലാസ്സിൽ നമുക്ക് നൽകാൻ വന്ന ബഹുമാനിയായ ടീച്ചർക്ക് ഈ പരമഗുരുവേ. ആദ്യമായിട്ട് ഇങ്ങനെ വരാനായിട്ട് നിങ്ങൾ ശ്രമിച്ചതിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്ന ഞങ്ങളുടെ പഠനകേന്ദ്രത്തിൻ്റെ എല്ലാമായ രഞ്ജിത്ത് സാറിന് പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട്. നിങ്ങളെ ഇതുപോലെ കൊണ്ടുവരാനും ഇതുപോലെ ഒന്ന് ഇരുത്തി കൃതികളൊക്കെ പരിചയപ്പെടാനുള്ള സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ നിങ്ങൾ കുറേയൊക്കെ പരിചയപ്പെട്ടല്ലേ? ഏതൊക്കെയാണ് അതിൻ്റെ വിഭാഗങ്ങൾ? ഏതൊക്കെയാണ്? സ്തോത്രകൃതികൾ, പ്രബോധനാത്മക കൃതികൾ. എന്താ പ്രബോധനാത്മക കൃതികൾ എന്ന് പറഞ്ഞാൽ? നമ്മളിങ്ങനെ ഒരു പേര് പഠിക്കുമ്പോൾ അത് എന്താണെന്ന് അറിയണ്ടേ? എന്താ സ്തോത്രകൃതി എന്ന് പറയുമ്പോൾ അറിയാം എന്താണ്? സ്തുതിക്കുന്നത്, ദേവതാ സ്തുതികൾ. പ്രബോധനാത്മക കൃതികൾ എന്ന് പറയുമ്പോഴോ? പ്രബോധനാത്മക കൃതി എന്ന് പറഞ്ഞാൽ ആ കൃതിയിലൂടെ നമുക്ക് ഒരു പ്രബോധനം, ഒരു അറിവ് ഉണ്ടാകുന്നു. എല്ലാ കൃതികളിലും കൂടെ ഉണ്ട് എങ്കിൽ പോലും ആ പ്രത്യേക കൃതികളിൽ ഒരു തത്വം അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഒരു പ്രബോധനം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് പ്രബോധനാത്മക കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് പ്രബോധനാത്മക കൃതികൾ എന്ന് പറയുമ്പോൾ. പിന്നെ അടുത്ത എന്താണ്? ദാർശനിക കൃതികൾ, പിന്നെ തർജ്ജമകൾ, പിന്നെ ഗദ്യകൃതികൾ. ഇങ്ങനെ 5 വിഭാഗം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഏറ്റവും ബേസിക്കായിട്ട് ശ്രീവാസുദേവാഷ്ടകം ഏതിൽ പെടുന്നു? സ്തോത്രകൃതിയിൽ പെടുന്നു അല്ലേ? ആ പേരിൽ തന്നെ അറിയാം ആരെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്? കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടാണ്. കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് എത്ര കൃതികൾ എഴുതിയിട്ടുണ്ട്? എത്രയുണ്ട്? 3 കൃതികൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണവ? വിഷ്ണുഷ്ടകം, ശ്രീകൃഷ്ണ ദർശനം. എല്ലാവരും പറഞ്ഞേ. ശ്രീകൃഷ്ണ ദർശനം, വിഷ്ണുഷ്ടകം, ശ്രീവാസുദേവാഷ്ടകം അല്ലേ? ഈ 3 എഴുതിയിട്ടുള്ളത്. ഇതിൽ ആദ്യം എഴുതിയത് ആരാണ്? ശ്രീകൃഷ്ണ ദർശനം. ഏത് സമയത്ത് അത് എഴുതിയത്? നമുക്കറിയാം, വാരണപ്പള്ളി തറവാട്ടിൽ പഠിക്കുന്ന സമയത്ത് ഗുരുദേവന് ശ്രീകൃഷ്ണ ദർശനമുണ്ടായി എന്ന് നമ്മൾക്ക് അറിയാം അല്ലേ? അപ്പം ആ ശ്രീകൃഷ്ണനെ കണ്ട അനുഭൂതി ഗുരുനാഥൻ പിറ്റേ ദിവസം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നാണു എന്ന് പറയുന്ന കുട്ടി ഓടി ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിക്കുന്നതൊക്കെ എന്താണ്? ഇങ്ങനെ ആരുവ പിടിക്കാനെന്ന പോലെ ഓടുന്നു, കുളത്തിൻ്റെ കരയിലൊക്കെ ചെന്നിരിക്കുന്നു, അങ്ങനെയൊക്കെ ലീലകൾ വേറൊരാളുമായിട്ടുള്ള ഒരു കളികളൊക്കെ കാണിക്കുമ്പോഴത്തേനും ഗുരുനാഥൻ അവിടെ ഇല്ലാഞ്ഞ സമയത്ത് കൂട്ടുകാർ പറയുന്നുണ്ട്, ഗുരുനാഥനോട് പറയുന്നുണ്ട്, നമ്മുടെയും പിള്ളേരാണെങ്കിൽ പറയത്തില്ലേ സാറേ ഇവൻ ഇന്നൊക്കെ കാണിച്ചു ഇന്നലെ എന്ന് പറയുന്നുണ്ടല്ലേ? അപ്പോൾ ഗുരുനാഥനോട് പറയുമ്പോൾ ഗുരുനാഥൻ ചോദിക്കുന്നുണ്ട്, നാണു എന്താണ് സംഭവിച്ചത്? നാണുവിനെ കുറിച്ച് പ്രത്യേകം അറിയാം, സാധാരണ ഒരു കുട്ടിയല്ലാന്ന്. ആരാണ് ഗുരുനാഥൻ? ആരാണ്? കുമ്മംപള്ളി രാമൻ പിള്ള ആശാൻ. അപ്പോൾ ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഏത്? ആ ശ്രീകൃഷ്ണ ദർശനം അവിടെ ആ ശ്ലോകമായിട്ട് ചൊല്ലുന്ന. ആർക്കെങ്കിലും ചൊല്ലാവോ? അത് നോക്കി ചൊല്ലിയാലും മതി. നോക്കി ചൊല്ലിക്കോ ശ്രീകൃഷ്ണ ദർശനം. വാസ്തവാഷ്ടകത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ, തിരിയല്ലേ ഉള്ളൂ. തിരോഭൂതമായി പീയൂഷത്വലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ ആയാമൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കും ആ കായാവിൻ മലർവേലി കൗസ്തുഭ മണിഗ്രീവന്റെ ദിവ്യോത്സവം അല്ലേ? അത് അങ്ങനെ വർണ്ണിച്ച് കേൾപ്പിച്ചാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കൃതിയും ശ്രീവാസുദേവാഷ്ടകവും ഗുരുദേവൻ വാരണപ്പള്ളിയിൽ പഠിക്കുന്ന സമയത്ത് എഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ നിഗമനമല്ല, ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ ദർശനത്തിൽ ഒരൊറ്റ ശ്ലോകമേ ഉള്ളൂ അല്ലേ? ശ്രീകൃഷ്ണൻ്റെ വർണ്ണനം. അത് തറവാട്ടിലെ ഏത് തറവാടായിരുന്നു? വാരണപ്പള്ളി തറവാട്. വാരണപ്പള്ളി കുടുംബത്തിലെ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, വാരണപ്പള്ളി കുടുംബത്തിലെ കാരണവര് വീണ്ടും ചോദിച്ചു എന്നുള്ളതാണ്. ശ്രീകൃഷ്ണനെക്കുറിച്ച് കണ്ട ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള വർണ്ണന ചോദിച്ചു. അപ്പം അതിന് പ്രകാരം എഴുതിയതാണ് ശ്രീവാസുദേവാഷ്ടകം എന്നാണ് കരുതപ്പെടുന്നത്. ഇതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് വസന്ത തിലകമാണ്. വൃത്തം ഏതാണ്?
വസന്ത തിലകമാണ്. വൃത്തമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ക്വിസിന് പോയിട്ട് എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ 2 ചോദ്യങ്ങൾ ക്വിസ് എന്തായിരുന്നു, വൃത്തം ചോദിച്ചായിരുന്നു. ഓരോ കൃതികളുടെ വൃത്തം ചോദിച്ചു. അപ്പം വസന്ത തിലകം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണം ചൊല്ലാം, വസന്ത തിലകം, തപജം, ജഗംഗം. അതെന്നാണെന്നൊന്നും വിശദീകരിക്കുന്നില്ല, അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇനി ഇത് നിങ്ങൾക്ക് ചൊല്ലാനറിയാമല്ലോ, ശ്രീ വാസുദേവാഷ്ടകം ചൊല്ലാനറിയാം. പിന്നെ വസന്ത തിലകം വൃത്തത്തിൻ്റെ ഒരു താളം ഇപ്പം മനസ്സിലായല്ലോ. ഇനി വസന്ത തിലകം വൃത്തത്തിൽ എഴുതിയ ഗുരുദേവൻ്റെ വേറെ കൃതികൾ പറയാമോ? ഒരു ചൊൽവടിവ് അല്ലെങ്കിൽ താളം നോക്കുമ്പോൾ നമുക്കത് കിട്ടും. ഇതേ താളത്തിൽ ചൊല്ലാവുന്ന വേറെ കൃതികൾ ശ്രീവാസുദേവ സരസീരുഹ പാഞ്ചജന്യ, അതുപോലെ തന്നെ പുസ്തകം അതുപോലല്ലോ. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം. കണ്ടോ, ഒരേ താളം വരും. ഒരേ വൃത്തത്തിന് എന്ത് വരും? ഒരേ താളം വരും. വേറെ പറയാവോ? ആ, നാദം കടന്ന് നടുവേ വിലസുന്ന നിന്മേ. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ 3 വൃത്തം സെപ്പറേറ്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്താ കിട്ടത്തില്ല, ഓർമ്മ വരത്തില്ല. ഇത്രയും കൃതികളില്ലേ, അപ്പോൾ ഒരേ താളത്തിൽ പറ്റുന്നത് എന്താണ്, അത് 3 കൂടി ഇങ്ങനെ ഓർത്ത് വെക്കുക, ആ ചൊൽവടി ഓർക്കുമ്പോൾ. അങ്ങനെ പലതും ഉണ്ട്, അത് വേറെ ക്ലാസ്സിൽ വേറെ പറയും. ഇപ്പോൾ അതിലേക്ക് പോകാൻ സമയം പോവല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് വസന്ത തിലകം എന്നുള്ള വൃത്തത്തിൽ എഴുതിയിരിക്കുന്ന കൃതികൾ? ശ്രീ വാസുദേവാഷ്ടകം, പെണ്ടനന്ദി, ഇന്ദ്രിയ വൈരാഗ്യം. അതൊരിക്കലും മറക്കരുത്. ഏതാണ് വൃത്തം? വസന്ത തിലകം. ഒരേ ചൊൽവടിവിൽ ചൊല്ലാം. ആദ്യത്തെ നമുക്കിനി എടുക്കാവേ. ശ്രീ വാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദകീ ഭയനിവാരണ ചക്രപാണി ശ്രീവത്സ വത്സ സകലാമയ മൂലനാശിൻ ശ്രീഭൂപദേ ഹരഹരേ സകലാമയം മേ. അപ്പം ഇതൊരു സംസ്കൃത കാവ്യവും കൂടിയാണ്, കൃതിയാണ്. ഇത് സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്ന കൃതിയാണ്. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ എല്ലാ വരിയിലും ഒരു പല്ലവി ആവർത്തനം വരുന്നുണ്ടല്ലേ. ഏതാണ്? ശ്രീഭൂപദേ ഹരഹരേ സകലാമയമ്മേ അല്ലേ എന്ന് ആവർത്തിക്കുന്ന പല്ലവിയോടെ അവസാനിക്കുന്ന എത്ര ശ്ലോകങ്ങളുണ്ട്? 8 ശ്ലോകങ്ങൾ. എവിടുന്ന് 8 ശ്ലോകങ്ങളിൽ നിന്ന് കിട്ടിയത്? നോക്കണ്ട, അഷ്ടകം എന്ന് പറയുമ്പോഴറിയാം. അഷ്ടകം എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ഉള്ളത് എന്നാണ് അർത്ഥം. അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 ഉള്ളത്. ഏതൊക്കെയാണ് പിന്നെ അഷ്ടകമായിട്ടുള്ള കൃതികൾ? വിഷ്ണു അഷ്ടകം, വിനായകാഷ്ടകം, ചിദംബരാഷ്ടകം, ഭദ്രകാളി അഷ്ടകം അല്ലേ, കുറേ ഉണ്ട് അഷ്ടകം. പേരിൽ തന്നെ നമുക്കറിയാം 8 ശ്ലോകങ്ങൾ അല്ലേ. അപ്പം ഇതിൻ്റെ പല്ലവിയായിട്ട് എന്ത് വരുന്നു? 4ാമത്തെ വരി എപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. എന്താണ്? ശ്രീഭൂപദേ ഹരഹരേ സകലാമയമ്മേ. ഇനിയിപ്പോൾ ഓരോ വാക്ക് നമുക്കൊന്ന് പിരിച്ചു നോക്കാം. ശ്രീവാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദകി ഭയനിവാരണ ചക്രപാണി ശ്രീവത്സ വത്സ. വത്സ നല്ല ഉച്ചരിക്കേണ്ടത്, വത്സ. പ്രത്യേകിച്ച് സംസ്കൃത വാക്കാണ്. അവിടെ എന്താണ്? തായാണ് ഉച്ചരിക്കുന്നത് അല്ലേ. തായ എഴുതിയിട്ട് സായാണ്. അപ്പം വത്സ എന്നാണ് ഉച്ചരിക്കുന്നത് കേട്ടോ. നമ്മളെന്താണ്? വൽ എന്ന് പറയും അല്ലേ. ശ്രീവത്സ വത്സ സകലാമയ മൂലനാശി ശ്രീഭൂപദേ ഹര ഹരേ സകലാമയം മേ. പ്രത്യേകിച്ച് വാക്കുകൾ പിരിക്കാനായിട്ടൊന്നും അവിടെ വരുന്നില്ല. അപ്പം നമുക്ക് എല്ലാ വാക്കുകളും അറിയുകയൊക്കെ ചെയ്യാം അല്ലേ. ഇനി അവിടുത്തെ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ആരോടാണ്? ഒരു പ്രാർത്ഥനയാണ്, ഒരു സ്തോത്രമാണ്, ഒരു അർത്ഥനയുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്വാമി ഭഗവാൻ സ്വന്തം ആവശ്യം പറഞ്ഞ് ഒരു സ്തോത്രകൃതി, അങ്ങനെ അധികം സ്തോത്രകൃതികളില്ല. അതായത് വ്യക്തിഗതമായ പ്രാർത്ഥന നടത്തിക്കൊണ്ട്, വ്യക്തിഗതമായിട്ട്. പക്ഷെ ഇവിടെ ഏകദേശം ഒരു വ്യക്തിഗതമായ പ്രാർത്ഥനയാണ്. എന്താണ്? സകലാമയം മേ എന്നാണ് പറയുന്നത്. മേ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ. അപ്പം എൻ്റെ ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്, അത് വ്യക്തിഗതമായിട്ടുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ അല്ലേ.
അപ്പം സാധാരണ അങ്ങനെ അധികം കൃതികൾ എഴുതിയിട്ടില്ല എങ്കിൽ പോലും അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആരോടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്ന തുടക്കത്തിലുണ്ട് ശ്രീ വാസുദേവ. അതിൻ്റെ തന്നെ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടതും പിന്നെ കൃതിയുടെ പേരിൻ്റെ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളൊരിതാണ് ഞാൻ മുമ്പേ പറഞ്ഞു ശ്രീ എന്ന് പറയുന്നത്. ശ്രീ വാസുദേവാഷ്ടകം അല്ലേ? കൃതിയുടെ പേരെന്താണ്? ശ്രീ വാസുദേവാഷ്ടകം. ഈ ശ്രീ എവിടെയാണ് ചേർക്കുന്നത്? ശ്രീ എവിടെയൊക്കെ സാധാരണ ചേർക്കുന്നത്? ബഹുമാന സൂചകമായിട്ട് നമ്മൾ ചേർക്കാറുണ്ട്. പിന്നെ എന്താണ് സാധാരണ നമ്മൾ ചേർക്കുന്നത്? അതിനൊരു ശ്ലോകമുണ്ട്. ദേവം ഗുരും ഗുരും ഗുരുസ്ഥാനം, ദേവം ഗുരും ഗുരുസ്ഥാനം, ക്ഷേത്രം ക്ഷേത്രാധിദേവതാം, സിദ്ധം സിദ്ധാധികാരാംശ്ച ശ്രീപൂർവം സമുദ്രേ. ശ്രീപൂർവമായിട്ട് ചേർക്കുന്നത് ഇന്ന സ്ഥലത്തൊക്കെയാണ്. എവിടെയാണ്? ഒന്ന് ദേവന്മാരുടെ നാമധേയത്തിന് മുമ്പിൽ ദേവം. എവിടെയാണ്? ദേവന്മാരുടെ നാമധേയത്തിന് മുമ്പിൽ നമ്മൾ ചേർക്കും. ശ്രീ ശങ്കരൻ അല്ലേ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, അങ്ങനെ ദേവന്മാരുടെ ഇതിന് മുമ്പ് നമ്മൾ ശ്രീ ചേർക്കും. എല്ലായിടത്തും ശ്രീ ചേർക്കാൻ പറ്റത്തില്ല. പിന്നീട് അടുത്ത എന്താണ്? ഗുരും. ഗുരുക്കന്മാരുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ശ്രീനാരായണ ഗുരു. അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ബഹുമാന പുരസ്സരം ശ്രീ ചേർക്കാനുണ്ട്. പിന്നെ ഗുരുസ്ഥാനം. ഗുരുസ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഗുരുസ്ഥാനത്തുള്ളവർ. ഇപ്പം നമ്മുടെ സ്കൂളിൽ ഇപ്പം ഹെഡ് മാസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നില്ലായിരിക്കും. ആ സ്കൂളിൽ എല്ലാ ക്ലാസ്സിലും ഹെഡ് മാസ്റ്റർ കയറി പഠിപ്പിക്കുമോ? ഇല്ല. ബാക്കി അധ്യാപകരൊക്കെ പഠിപ്പിക്കും. പക്ഷേ ഹെഡ് മാസ്റ്റർ ആരാണ്? ഗുരുസ്ഥാനത്തുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ആ ശ്രീ ചേർത്ത് സംബോധന ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ദേവം ഗുരും ഗുരുസ്ഥാനം ക്ഷേത്രം. ഇനി ക്ഷേത്രങ്ങളുടെ മുമ്പിൽ ചേർക്കും. ശ്രീ ഗുരുവായൂർ ക്ഷേത്രം, ശ്രീ ശബരിമല ക്ഷേത്രം, ശ്രീ ചോറ്റാനിക്കര ക്ഷേത്രം അല്ലേ? അപ്പം ക്ഷേത്രം ക്ഷേത്രാദിദേവത. ക്ഷേത്രാദിദേവത മുമ്പേ പറഞ്ഞത് തന്നെ എന്താണ്? ദേവതകളുടെ പേരിന് മുമ്പിൽ ശ്രീ ശങ്കരൻ, ശ്രീകൃഷ്ണൻ. പിന്നെ സിദ്ധം സിദ്ധാധികാരാശ്ച. പിന്നെ സിദ്ധികളുള്ളവരുടെയൊക്കെ മുമ്പിൽ, എന്തെങ്കിലുമുള്ള സിദ്ധികളുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം 2 സിദ്ധിയുള്ള ഒരാളുടെ നമ്മൾ പറയില്ല ശ്രീ ശ്രീ രവിശങ്കർ എന്ന് പറയും അല്ലേ? അപ്പം അങ്ങനെ ശ്രീ ചേർക്കേണ്ടത് അങ്ങനെയുള്ള. അപ്പം ആ സൂത്രം അതെന്താണ്? അവർ ഗുരുക്കന്മാരല്ലെങ്കിൽ നമുക്ക് ആചാര്യന്മാർ എഴുതി തന്നിട്ടുള്ള ഒരു ശ്ലോകമാണ് എവിടെയൊക്കെ ശ്രീ ചേർക്കണമെന്നുള്ളത്. ദേവം എന്നറിഞ്ഞിരുന്നാൽ മതി. ദേവം ഗുരും ഗുരുസ്ഥാനം ക്ഷേത്രം ക്ഷേത്രാദിദേവത സിദ്ധം സിദ്ധാധികാരശ്ച ശ്രീപൂർവം സമുധീരയെ. പൂർവം എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കത്തിൽ, ആരംഭത്തിൽ അല്ലേ? ശ്രീ തുടക്കത്തിൽ ഇന്ന സ്ഥലത്തൊക്കെ നമ്മൾ ചേർക്കും. ദേവന്മാരുടെ നാമധേയത്തിന് മുമ്പിൽ ഗുരുക്കന്മാരുടെ, ഗുരുസ്ഥാനീയരുടെ, ക്ഷേത്രങ്ങളുടെ, ക്ഷേത്രാദി ദേവതകളുടെ, സിദ്ധിയുള്ളവരുടെയൊക്കെ മുമ്പിലായിട്ട്, പേരിന് മുമ്പിലായിട്ട് എന്ത് ചേർക്കാം? ശ്രീ ആദ്യം നമ്മൾ ചേർക്കാം. എല്ലാ പേരിൻ്റെ മുമ്പിൽ നമ്മൾ ചേർക്കുമോ? ശ്രീ ചേർക്കുമോ? ഇപ്പം ഗോവിന്ദസ്വാമി ചേർക്കാൻ പറ്റുമോ? ശ്രീ ഗോവിന്ദസ്വാമി നമ്മൾ പ്രസംഗിക്കുമോ? ശ്രീ വീരപ്പൻ ചേർക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ? അപ്പം എന്താണ്? അങ്ങനെ ആരുടെ മുമ്പിലാണ്? ബഹുമാനിക്കപ്പെടേണ്ടവരായിട്ടുള്ള ആളുകളുടെ പേരിന് മുമ്പിലാണ് നമ്മൾ. അപ്പം അവിടെ വേറൊന്നും കൂടെ ഉണ്ട്. ആ ശ്രീ എവിടെയൊക്കെ ചേർക്കണം എന്നുള്ളതിലൊരു ആചാര്യന്മാർ തന്നിട്ടുള്ള ആ ശ്ലോകത്തിൽ എന്തുണ്ട്? നമ്മുടെ ശ്രീത്വം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മുടെ കർമ്മങ്ങൾ നന്നാകണമെന്നുള്ളൊരു സൂചനയുണ്ട് ആ ശ്ലോകത്തിൽ അല്ലേ? കർമ്മങ്ങൾ നന്നാകാത്തതുകൊണ്ടാണ് ഗോവിന്ദസ്വാമിയും വീരപ്പനെയൊക്കെ എന്ത് ചെയ്യാത്തത്? ശ്രീ ചേർത്ത് നമ്മൾ സംബോധന ചെയ്യാത്തത്. അപ്പോൾ ശ്രീ ചേർക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശ്രീത്വം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർമ്മങ്ങൾ ധാർമ്മികമായിട്ടുള്ളത് ആയിരിക്കണം, ധർമ്മത്തിന് നിരക്കുന്നത് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇവിടെ വാസുദേവൻ എന്ന് പറയുമ്പം ദേവനാണ്. അതുകൊണ്ട് എന്ത് ചേർക്കുന്നു? ശ്രീ വാസുദേവൻ. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട് ഇവിടെ ഈ ശ്ലോകത്തിൽ. വാസുദേവൻ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വസുദേവരുടെ പുത്രൻ, വാസുദേവൻ. പക്ഷെ വേറൊരർത്ഥം കൂടി ഉണ്ട്. വാസുദേവൻ എന്നുള്ള വാക്കിന് ബ്രഹ്മം എന്നുള്ള അർത്ഥമുണ്ട്.
എല്ലാത്തിലും കുടികൊള്ളുന്ന സകലത്തിലും കാണുന്ന ബ്രഹ്മം എന്ന വാക്കും കൂടെ ഉണ്ട് കണ്ടോ. അപ്പൊ എന്താണ് ആ ബ്രഹ്മമായിട്ടുള്ളത് തന്നെ ഓരോ ദേവതയും ഗുരുദേവൻ ആരായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്, ആ പരബ്രഹ്മം തന്നെയായിട്ടാണ്. എല്ലാത്തിലും സകലത്തിലും നിറഞ്ഞു കിടന്ന ഏകവും അദ്വൈതവുമായ ആ പരമ്പൊരുളായിട്ട് തന്നെയാണ് വിനായകനെ ഭജിക്കുമ്പോഴും ദേവിയെ ഭജിക്കുമ്പോഴും സുബ്രഹ്മണ്യനെ ഭജിക്കുമ്പോഴും കൃഷ്ണനെ ഭജിക്കുമ്പോഴും എല്ലാം ഗുരുദേവൻ കൊണ്ടിരുന്നത്. അപ്പം ഇവിടെ വാസുദേവൻ എന്ന വാക്കിൻ്റെ അർത്ഥവും എന്ത് തന്നെയാണ്, ബ്രഹ്മം എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ എന്തുണ്ട്, വസുദേവരുടെ പുത്രൻ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം ഇവിടെ കൃഷ്ണനെ ആ വിഷ്ണുവായിട്ട് തന്നെ കണ്ടുകൊണ്ട്, ആ പരബ്രഹ്മമൂർത്തിയായ വിഷ്ണുവായിട്ട് തന്നെ കണ്ടുകൊണ്ട് ചതുർഭുജനായ ആ 4 കൈകളിലും ശംഖ ചക്ര ഗദാധാരി ആയ വിഷ്ണുവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത്. അത്ര ആമുഖമായിട്ടുള്ളതാണ്. ഈ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നമുക്കൊന്നുകൂടെ പോകാം. ശ്രീവാസുദേവ, എന്താണ് ശ്രീവാസുദേവ എന്ന് പറഞ്ഞാൽ? അല്ലയോ വസുദേവരുടെ പുത്ര. അല്ലെങ്കിൽ പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞ എന്തെടുക്കാം, യാതൊരുവനിലാണോ സകല ഭൂതങ്ങളും അധിവസിക്കുന്നവൻ, അല്ലയോ വിഷ്ണു ഭഗവാനെ. രണ്ടർത്ഥം അവിടെ എടുക്കാം വാസുദേവൻ എന്നുള്ളതിന്. എന്തൊക്കെ എടുക്കാം? വസുദേവരുടെ പുത്രനായിട്ടുള്ളവനെ, അല്ലെങ്കിൽ സകല ഭൂതങ്ങളും സകല ചരാചരങ്ങളും സകല ജീവാത്മാക്കളും ഏതൊരുവനിലാണോ വസിക്കുന്നത് ആ വിഷ്ണുവായിട്ടുള്ളവനെ. എന്നിട്ട് തന്നെ എന്താണ്, സരസീരൂപം. ഒരു കയ്യിൽ എന്താണ് പിടിച്ചിരിക്കുന്നത്? താമര. സരസീരൂപം എന്താണ്? താമര. സരസിൽ ഉണ്ടായത്, താമര പൊയ്കയിൽ വെള്ളത്തിലുണ്ടായതെന്നുള്ളതാണ് സരസീരൂപം എന്ന വാക്കിൻ്റെ അർത്ഥം. വേറെയുണ്ട് താമരയുടെ പര്യായം എന്നൊക്കെയാണ്. പങ്കജം, ചെളിയിലുണ്ടായത്, ചെളിയല്ലേ. അംബുജം എന്നാണ് വെള്ളത്തിലുണ്ടായത്, അമ്പു വെള്ളമാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് താമരയുടെയൊക്കെ പര്യായം വരുന്നത്. അപ്പോൾ ഇവിടെ സരസീരൂപം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കയ്യിൽ താമരപ്പൂ പിടിച്ചിട്ടുള്ളവനും. രണ്ടാമത്തെ എന്താണ്? പാഞ്ചജന്യം എന്താണ്? ശംഖ്. ഗീതയുടെ ആദ്യം പറയുന്നുണ്ടല്ലോ കൃഷ്ണ ശംഖം മുഴക്കുന്നതിന് പറയുന്നുണ്ടല്ലോ. ആ ശ്ലോകം ഞാനിപ്പോൾ മറന്നു. പാഞ്ചജന്യം വായിക്കുന്ന ആ ശ്ലോകം അടുത്ത പ്രാവശ്യം വരുമ്പോൾ കണ്ടുപിടിച്ചുകൊണ്ട് പോരെ. പാഞ്ചജന്യം എന്താണ്? ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ശംഖാണ്. രണ്ടാമത്തെ കയ്യിൽ എന്താണ്? ശംഖാണ്. ഇനി അടുത്ത എന്താണ്? കൗമോദകി. മറ്റൊരു കയ്യിൽ എന്താണ്? ഗദയാണ്. ഗദയുടെ പേരാണ് കൗമോദകി. അടുത്ത എന്താണ്? ഭയനിവാരണ ചക്രം. ഭയത്തെ നിവാരണം ചെയ്യുന്ന, ആരുടെ ഭയത്തെ? ഭക്തന്മാരുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന ചക്രം പാണിയിലുള്ളവനെ ഭയനിവാരണ ചക്രപാണി. ഭക്തന്മാരുടെ ആശ്രയിക്കുന്നവരുടെ എല്ലാവിധത്തിലുമുള്ള ഭയത്തെ ഇല്ലാതാക്കുന്ന. ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ പേടി എന്നുള്ള അർത്ഥമല്ല. എല്ലാവിധത്തിലുള്ള ദുഃഖം ക്ലേശം ഇതിനെയൊക്കെ ഇല്ലാതാക്കുന്ന. പിന്നെ അവിടെ ഭയം തന്നെ എടുക്കാം. കാരണം ആ ചക്രം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ദുഷ്ടനിഗ്രഹം നടത്തുന്ന. അസുരന്മാരെയൊക്കെ കൊല്ലുന്നതൊക്കെ എങ്ങനെയാണ്? ആ ചക്രം കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ആ ചക്രം കയ്യിലുള്ളവനെ ശ്രീവത്സ. ഒരു വത്സത്തിൻ്റെ അർത്ഥം മാറിടമാണ്. ഒരു വത്സവോ? 2 വത്സം അവിടെ ഇല്ലേ? എന്താണ്? മറുക് അല്ലെങ്കിൽ അടയാളം. ശ്രീവത്സം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ മാറിൽ ഒരു മറുക് അല്ലെങ്കിൽ അടയാളമാണ്. ശ്രീവത്സ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ശ്രീവത്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീവത്സം എന്ന അടയാളം അല്ലെങ്കിൽ ആ മറുക് മാറിടത്തിൽ ഉള്ളവനെ. പിന്നെ എന്താണ്? സകലാമയ മൂലനാശി. സകല ആമയങ്ങളും എല്ലാ വിധത്തിലുള്ള ദുഃഖം രോഗം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എല്ലാ വിധത്തിലുമുള്ള ദുഃഖവും രോഗവും. എന്താ ഈ രോഗം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ സാധാരണ കാണുന്ന പനിയും അസുഖങ്ങളുള്ള രോഗമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? സംസാര ദുഃഖങ്ങൾ. സംസാര സാഗരത്തിൽ നമ്മൾ ഈ ജീവിതമാകുന്ന ഭവസാഗരത്തിൽ ദൈവദശകത്തിൻ്റെ ആദ്യത്തിൽ പറയുന്നുണ്ടല്ലോ അല്ലേ? എന്താണ്? ഭവാബ്ധിയിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വന്നൊരു നാവികനായിട്ട് വന്ന് രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്. ആ ഭവാബ്ധി എന്ന് പറയുമ്പോഴത്തേന് ഈ ഭവസാഗരം എന്ന് പറയുന്നത് പലവിധ ദുഃഖങ്ങളാണ്, ജീവിത ക്ലേശങ്ങളാണ്. അപ്പം ആ എല്ലാവിധത്തിലുമുള്ള
ആമയങ്ങളെ, ദുഃഖങ്ങളെ അല്ലെങ്കിൽ രോഗങ്ങളെ എന്ത് ചെയ്യണം? മൂലനാശിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരോടെ. മൂലം എന്താണ്? വേരാണ്. സമൂലം പിഴുതു മാറ്റണം. അത് മാറ്റുന്നവനെ അവിടെ ഇച്ചിരി പോലും കിടക്കരുത്. വേരവിടെ കിടന്ന് എന്ത് ചെയ്യും? പൊട്ടിക്കിടക്കും. നമുക്കറിയാം അല്ലേ? വേരോടെ പിഴുതു മാറ്റുന്നത്. ഇപ്പോൾ ഒരു പനി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം ഒരു ലക്ഷണമാണ്, ഒരു രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം പനി. അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിച്ചിട്ട് എന്തിനാ മരുന്ന് കൊടുക്കണ്ടേ? ആ കാരണത്തിന്. അപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് ഭേദമാകുന്നത്. അല്ല പനിക്കുമല്ല മരുന്ന് അവിടെ കൊടുക്കുന്നത് അല്ലേ? ആദ്യം നമുക്ക് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ പനിക്ക് മരുന്ന് തരും. അത് കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടർക്കറിയാം ഇത് പനിയല്ല, ഇത് വേറെന്തോ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഉടനെ പിന്നെ ആ രോഗം ഏതെന്ന് കണ്ടുപിടിച്ചു, അതിനുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി അങ്ങനെ വേരോടെ അത് പിഴുതു മാറ്റുമ്പോഴാണ് ഈ പനി നമ്മുടെ കുറയുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതമാകുന്ന ഈ സംസാര സാഗരത്തിലെ എല്ലാ ദുഃഖങ്ങളെയും വേരോടെ പിഴുതു മാറ്റുന്നവനെ ശ്രീഭൂപതേ. ശ്രീഭൂപതേ എന്ന് പറഞ്ഞാൽ ശ്രീയുടെ ഭൂപതേ. ശ്രീ ആരാണ്? മുമ്പേ ഞാൻ പറഞ്ഞു ശ്രീയുടെ അർത്ഥം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ശ്രീയുടെ അർത്ഥം, ശ്രീക്ക് കുറേ അർത്ഥമുണ്ട്. ലക്ഷ്മി ദേവി എന്നർത്ഥമുണ്ട്, സരസ്വതി എന്നർത്ഥമുണ്ട്, പാർവതി എന്നർത്ഥമുണ്ട്, പിന്നെ ശ്രേയസ് ഐശ്വര്യം, ഭാവം, ശക്തി, ഗ്രാമ്പു, ശ്രുതി എന്നൊക്കെ ഒത്തിരി അർത്ഥമുണ്ട് ശ്രീ. ഇവിടെ ശ്രീയുടെ ഭൂപതിയായിട്ടുള്ളവനെ, ആരുടെ? ലക്ഷ്മി ദേവിയുടെ പതിയായിട്ടുള്ളവനെ. പിന്നെയുണ്ട് ഭൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭൂമി ദേവിയുടെയും പതിയായിട്ടുള്ളവൻ. ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും പതിയായ, ഭൂമിയെ രക്ഷിക്കുന്നവനാണ് അല്ലേ? ദുഷ്ടനിഗ്രഹമൊക്കെ ചെയ്ത് സമസ്ത ഭൂമിയിലെയും ജീവജാലങ്ങളെ രക്ഷിക്കുന്നവനാണ് ആര്? മഹാവിഷ്ണു. അപ്പോൾ ഭൂമിയുടെയും പതിയാണ്, ഭർത്താവാണ് അല്ലെങ്കിൽ രക്ഷിക്കുന്നവനാണ്. അപ്പം ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും പതിയായിട്ടുള്ളവനെ ഹര ഹരേ, ഹരേ എന്ന് വിളിക്കുവാണ്. അല്ലയോ ഹരേ, ഭഗവാനെ, ഹരിക്കുന്നവനായ ഭഗവാനെ. ഹര, ആദ്യത്തെ ഹരയുടെ അർത്ഥം എന്താണ്? ഹര കുറച്ചാലും ഇല്ലാതാക്കിയാലും. എന്ത്? നമ്മെ പറഞ്ഞ ആമയങ്ങളെ, എൻ്റെ ദുഃഖങ്ങളെയൊക്കെ നീ എന്ത് ചെയ്യുക? ഹര ഹരേ, അല്ലയോ ഹരേ എന്ത് ചെയ്യുക? ഹരിച്ചാലും. അപ്പം ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ പറയുവാണ് എന്താണ്? വിഷ്ണു തന്നെയാണ് ശ്രീകൃഷ്ണൻ. വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് നമുക്കറിയാം അല്ല? അത് വെളിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വീണ്ടും ആ 4 കൈകളിലെ വിവിധ ശംഖ ചക്ര ഗദാധാരിയായ ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ് ഈ ഉള്ളവൻ്റെ സകലവിധ രോഗങ്ങളും സംസാര ദുഃഖങ്ങളുമൊക്കെ അകറ്റിത്തരുമാറാകണമേ. സരസീരൂപം പറഞ്ഞു താമര. പാഞ്ചജന്യം എന്താണ്? ശ്രീകൃഷ്ണന്റെ ശംഖാണെന്ന്. സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് പഞ്ചജനെ വധിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ പുത്രനെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് ഗുരുവിന് ഗുരുദക്ഷിണയായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ശംഖുണ്ടല്ലോ, ആ ശംഖ് കൃഷ്ണൻ എന്ത് ചെയ്തു? സ്വന്തമായിട്ടെടുത്തത് ആയുധമാക്കി, ഒരു കയ്യിലെ ആയുധമാക്കി. അതാണ് എന്ത്? പാഞ്ചജന്യം എന്ന് പറഞ്ഞത്. അതെന്താണ്? കൗമോദകിയാണ്. കൗമോദകി എന്താണ്? ശ്രീകൃഷ്ണൻ്റെ കയ്യിലെ ഗദയാണ്. അത് അടുത്ത് നിന്ന് പ്രയോഗിക്കുന്നതാണ് എന്താന്ന് പറയുന്നത്? ഗദയെന്ന് പറഞ്ഞത് അല്ലേ? അത് ശ്രീകൃഷ്ണൻ്റെ ആ മനോബലത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ പ്രതീകമാണ്. പിന്നെ ഭയനിവാരണ ചക്രപാണേ. അതേത് ചക്രമാണ്? സുദർശന ചക്രം. ആളുകളുടെയൊക്കെ ഭയത്തെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അസുരന്മാർക്കൊക്കെ പേടിപ്പെടുത്തുന്ന ആ ചക്രം. ഈ ചക്രവും എങ്ങനെയാണ് കൃഷ്ണൻ്റെ കിട്ടിയത്? കൗമോദകി വരുണൻ നൽകിയതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ വരുണദേവനില്ലേ, വരുണദേവൻ ശ്രീകൃഷ്ണൻ നൽകിയതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ അതിന് വേറൊരർത്ഥം കൊണ്ടുണ്ട്. കുമോദകൻ, കുമുദിയെ സന്തോഷിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട്. പിന്നെ എന്താണ് ഈ പറഞ്ഞെന്താണ്? ഈ സുദർശന ചക്രം ആദ്യകാലത്ത് ശിവൻ്റെ കയ്യിലായിരുന്നു. ശിവൻ്റെ കയ്യിലെ ആയുധമായിരുന്നു ഏത്? സുദർശന ചക്രം. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പരിപാലനമാണല്ലോ. ഏതാണ്? സൃഷ്ടി സ്ഥിതി സംഹാരം അല്ലേ? പരിപാലനമാണ്, ലോകം പരിപാലിക്കുക. അങ്ങനെ ഈ അസുരന്മാരൊക്കെ പെരുകി ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഈ പരിപാലനത്തിന് ആയുധം വേണ്ടത്ര തികയുന്നില്ല അല്ലേ? കാരണം ഭയങ്കര ദുഷ്ടന്മാർ, അസുരന്മാർ മരമൊക്കെ നേടിയിട്ട്, ബ്രഹ്മാവിൽ നിന്നും ശിവനിൽ നിന്നുമൊക്കെ മരമൊക്കെ നേടിയിട്ട് കടന്ന് പൂണ്ട് വിളയാടുക എന്നൊക്കെ പറയുന്ന പോലെയാണ് അല്ലേ? അപ്പം അങ്ങനെയായിട്ട്
ഒരു ദിവസം ഈ ശിവനെ കാണുമ്പോഴത്തേനും ശിവൻ്റെ കയ്യിൽ ഈ സുദർശന ചക്രം ഇരിക്കുന്നു. ശിവൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്, അതിന് വലിയ പ്രയോജനം ആർക്കില്ല, ശിവനില്ല. അപ്പം കൃഷ്ണൻ വിചാരിക്കുക നമ്മളാണെങ്കിലും അങ്ങനെ ഒരു ആരും കിട്ടുക എന്താണ് കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കും അല്ലേ, ഇത് കിട്ടിയാൽ കൊള്ളാം. അപ്പം നേരിട്ട് ചോദിച്ചില്ല, എന്ത് ചെയ്ത് വേറൊരു രീതിയിൽ എന്നാൽ ശിവനെ പ്രീതിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, അത് ഭഗവാനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഇതുപോലെ തന്നെ എന്ത് ചെയ്തു, കുറേ പ്രാർത്ഥന, സഹസ്രനാമാവലി ഉണ്ടല്ലോ നമുക്കറിയാം അല്ലേ, ആ ശിവസഹസ്രനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അങ്ങ് പ്രാർത്ഥന ചെയ്ത് ഓരോ പുഷ്പങ്ങളൊക്കെ അർച്ചുകൊണ്ട്. അപ്പം ശിവഭഗവാന് ഇത് കൃത്യമായിട്ട് എന്തിനാണ് ആ ഭക്തി ഒന്ന് പരീക്ഷിക്കണമെന്ന് ഭഗവാനും വിചാരിച്ചു. 1000 നാമങ്ങളാണല്ലോ സഹസ്രം എന്ന് പറയുമ്പോഴത്തേനും അല്ലേ, 1000 പൂക്കൾ അർച്ചിച്ചുകൊണ്ടായിരുന്നു പ്രാർത്ഥന. പക്ഷേ 999 പൂക്കൾ അർച്ചിച്ചു കഴിഞ്ഞപ്പോഴത്തേനോ അവസാനത്തെ പൂ കൃത്യമായിട്ട് കൊണ്ടുവന്ന് വയ്ക്കാം, പക്ഷെ പൂ കാണാനില്ല. ശിവൻ എന്ത് ചെയ്തു, ഒരെണ്ണം എടുത്ത് മാറ്റി. ശിവൻ്റെ മായയിൽ വിഷ്ണുവിന് പെട്ടെന്ന് മനസ്സിലായില്ല. ഇതെവിടെയുണ്ട്, ശിവശതകത്തിലുണ്ട്, ഗുരുദേവൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണ് പറയാമോ, ആർക്കാം? ശിവശതകത്തിലെ 54-ാമത്തെ ശ്ലോകത്തിലാണ്. ഏതാ? മഴമുകിൽ വർണ്ണനും അക്ഷി പറിച്ചു നിൻ കഴലിണ തന്നിലൊരർച്ചന ചെയ്തു പോയി. കേട്ടിട്ടില്ലേ? മഴമുകിൽ വർണ്ണൻ ആരാ? ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ അക്ഷി പറിച്ച് നിന്നെ അർച്ചിച്ചു. അക്ഷി എന്നാണ് കണ്ണു. അപ്പോൾ 999 പൂവിട്ട് പൂജിച്ചു. ഇത് പഠിക്ക കൊണ്ട കലം ഉടച്ച പോലെ ആയിപ്പോയി അല്ലേ, എന്നാലും ആയി പോകും. കൃഷ്ണൻ വിഷമിച്ചു, പൂവില്ല. എന്ത് ചെയ്തു, ആ കണ്ണ് പറിച്ചു, ഒരൊറ്റ സ്വന്തം കണ്ണ് പറിച്ച് എന്ത് ചെയ്തു, ഭഗവാന്റെ കാൽക്കിലേക്ക് വെച്ചു. അപ്പം ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ഇതെന്നതായി കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടു. എന്താ ചോദിച്ചത്, എന്താ വേണ്ടത് എന്ന് ചോദിച്ചെന്ന് പറഞ്ഞ് എനിക്ക് ആ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം വേണമെന്ന്. അപ്പോഴേ കൊടുത്തു. അപ്പം അങ്ങനെയാണ് സുദർശന ചക്രം കിട്ടുന്നത്. ആ സുദർശന ചക്രമാണ് കയ്യിലിരിക്കുന്നത്. പിന്നെ എന്താണ്, സകലാമയ മൂലനാശിൻ പിന്നെ ശ്രീവത്സവത്സ. മാറിടത്തിലൊരു മറുകുണ്ടെന്ന് പറയും. ആ മറുക എങ്ങനെ വന്നതാണ്, ആര് ചവിട്ടിയതാണ്? ഭൃഗു മഹർഷി ചവിട്ടി. എന്തിനാണ് ശ്രീകൃഷ്ണൻ ചവിട്ടുമോ ആരെങ്കിലും മഹർഷിമാർ? എന്തിനാണ് ചവിട്ടിയത്? ചേച്ചിക്ക് കുറച്ച് കഥകളൊക്കെ അറിയാം കൃത്യമായിട്ട് അല്ലേ, പഠിക്കുന്നതിൻ്റെയൊക്കെ അറിയാറുണ്ട്. അപ്പം മഹർഷിമാരെല്ലാവരും കൂടെ ഒരു യാഗം നടത്തി. അപ്പം ഈ യാഗത്തിൻ്റെ അവസാനം അവിടെ ഒരു തർക്കം ഉണ്ടായി മഹർഷിമാരുടെ ഇടയിൽ. ആരാണ് ത്രിമൂർത്തികളിൽ ആരാണ് കേമൻ അല്ലെങ്കിൽ വലുത്, ബ്രഹ്മാവാണോ ശിവനാണോ വിഷ്ണുവാണോ എന്നുള്ളൊരു തർക്കമുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇതനുസരിച്ച് എന്ത് ചെയ്യും, ചിലർ പറഞ്ഞു ബ്രഹ്മാവാണ് വലുത്, വേറൊരു കൂട്ടർ പറഞ്ഞു അല്ല ശിവനാണ്, അതുമല്ല വേണ്ട മറ്റൊരു കൂട്ടർ പറയുകയാണ് വിഷ്ണുവാണ് വലുത്. അപ്പോൾ ഇത് ഭൃഗു മഹർഷീനെ ചുമതലപ്പെടുത്തി എല്ലാവരും ഒന്ന് അറിഞ്ഞേച്ചു വാ, 3 പേരുടെ അടുത്ത് ഒക്കെ പോയി അറിഞ്ഞേച്ചു വാ. അങ്ങനെ ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ ബ്രഹ്മാവും ശിവനും തോറ്റു. ആരുടെ അടുത്താണ്? ഭൃഗു മഹർഷി ചെന്നപ്പോഴത്തെ. അടുത്ത വിഷ്ണു ഭഗവാന്റെ അടുത്ത് വരുവാണ്. വിഷ്ണു ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ എന്താ കാണുന്നത്? ഭയങ്കര ഉറക്കാ പുള്ളി കിടന്നുണ്ട്. ഏത് സമയത്താണ്? ലോകം പരിപാലിക്കേണ്ട സമയത്ത് ആര് കിടന്നുറങ്ങുക? നല്ല സുഖമായിട്ട് കിടന്ന് വിഷ്ണു കിടന്ന് ഉറക്കാം. ഭൃഗുമഹർഷി ദേഷ്യം കൂടെ വന്നു. ലോകം മുഴുവൻ പരിപാലിക്കേണ്ട സമയത്ത് കിടന്ന് ഉറങ്ങുന്നു നോക്കിയെന്ന് പറഞ്ഞ് ഒരൊറ്റ ചവിട്ട്. ആ മാറിടം നോക്കി എന്ത് ചെയ്തു? ഒറ്റ ചവിട്ട. ചാടി എഴുന്നേറ്റപ്പോഴത്തേനും മനസ്സിലായി. നമ്മളൊക്കെയാണ് ദേഷ്യപ്പെടുകയുള്ളൂ. ഭഗവാൻ തെറ്റ് മനസ്സിലായി അല്ലേ. ഭഗവാൻ എന്ത് ചെയ്തു? മാപ്പപേക്ഷിച്ചു, മഹർഷിയെ പൊറുക്കണം അല്ലേ. അങ്ങനെ ഭൃഗു മഹർഷി സംപ്രീതനായിട്ട് അപ്പം നോക്കുമ്പോൾ നല്ലൊരു പാട് കിടക്കും. അപ്പം ഭൃഗു മഹർഷി അത് തൂത്ത് കളയാനായിട്ട് ഒരുങ്ങി. ദൈവമേ അവിടെ ഒരു പാട്. അപ്പം പറഞ്ഞു വേണ്ട, അവിടെ കിടന്നോട്ടെ. എന്താണ്? അങ്ങയോട് ഞാൻ അനാദരവ് കാണിച്ചതിന് ആ പ്രായശ്ചിത്തമായിട്ട് ആ മറുക അവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു. ഒരു മറുക അല്ലെങ്കിൽ ഒരു അടയാളം, ഭൃഗു മഹർഷിയുടെ കാൽപാദത്തിൻ്റെ അടയാളമാണ് ഏത്? ശ്രീവത്സം എന്ന് പറയുന്ന ആ മറുക. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ പഠിക്കേണ്ടത്? എത്ര ഉന്നതനായാലും എന്ത് പറ്റത്തില്ല, നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ പ്രവൃത്തികളിലും ഒക്കെ ചെയ്യാതെ അലസന്മാരായിട്ട് മടിയന്മാരായിട്ട് ജീവിതം
കളഞ്ഞാൽ ഇതുപോലെയുള്ള പാടുകൾ നമ്മുടെ എന്തിവിടെ അവശേഷിക്കും അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പാടുകളൊക്കെ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ മടിയാണ്, ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യത്തില്ല അല്ലേ? ഇവിടെ കൃത്യമായിട്ട് ക്ലാസ്സിന് വരുമോ? നീന്തോട്ട് വരുമോ? കൃത്യമായിട്ട് നമ്മൾ ചേർന്ന്, നമ്മൾ ഏതായാലും ഇതിന് വന്ന് ചേർന്നില്ലേ, അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ക്ലാസ്സിന് വന്നിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാടുകൾ അവശേഷിക്കുന്നുള്ള വലിയൊരു തത്വം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗുരുദേവനും പറയുന്നുണ്ട്, കോലതീരസ്വത്തി ആലസ്യം പാടില്ലെന്ന്. എവിടാ? ആലസ്യമൊഴിച്ച പരബോധം തരണമെന്ന് അല്ലേ? അപ്പം അങ്ങനെ ഇതെല്ലാം വിശേഷണങ്ങളാണ്. ആർക്ക്? വിഷ്ണുവിൻ്റെ ആ വിശേഷണം വിഷ്ണു തന്നെയാണ് എന്ന് ആ സാക്ഷാത് പരബ്രഹ്മത്തെ വർണ്ണിച്ചുകൊണ്ട് വാസുദേവൻ സരസീരുഹം കയ്യിലുള്ളവൻ, പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ് കയ്യിലുള്ളവൻ, കൗമോദകി എന്ന് പറയുന്ന ഗദ കയ്യിലുള്ളവനെ, പിന്നെ എന്താണ് ആ ഭക്തരുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന സുദർശന ചക്രം കയ്യിലുള്ളവനെ, ശ്രീവത്സം എന്ന് പറയുന്ന മറുക് മാറിടത്തിൽ അണിഞ്ഞിരിക്കുന്നവനെ, അങ്ങനെയുള്ള അവിടുന്ന് ശ്രീ ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും പതിയായിട്ടുള്ളവനെ, എല്ലാ അമയങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും എന്ത് ചെയ്യുക? പേരോടെ പിഴുതുമാറ്റി തരണേ. ദുഃഖങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ഏതൊക്കെ രീതിയിലുള്ള ദുഃഖങ്ങളുണ്ട്? സംസാര ദുഃഖം, 3 ദുഃഖങ്ങളുണ്ടെന്ന് നമ്മൾ പറയും. ഏതൊക്കെയാണ്? താപത്രയം എന്ന് നമ്മൾ പറയുന്നത്, താപങ്ങൾ ഏതൊക്കെയാണവ? അതല്ല, ആധ്യാത്മികം, ആദി ഭൗതികം, ആദിദേവി. ഏതൊക്കെയാണ്? ആധ്യാത്മികം, ആദി ഭൗതികം, ആദിദേവി. ഈ ആധ്യാത്മിക ഏതാണ്? നമ്മുടെ ശരീരത്തിനും ഒക്കെ വരുന്ന സാധാരണ ദുഃഖങ്ങളൊക്കെയാണ്. അതായത് ഒരു പനി വരുന്നു, ഒരു മുറിവ് വരുന്നു, ഒരു ചതവ് വരുന്നു, അതൊക്കെ എന്താണ്? ആദി ഭൗതിക ദുഃഖത്തിന്. പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ദുഃഖം എന്ന് പറയുന്നത് തന്നെ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, ചതവും പനിയൊക്കെ അല്ല, അല്ലാത്ത ദുഃഖം നമുക്കുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വേണേൽ പറയാം. നമ്മുടെ കാമക്രോധ ലോഭ മോഹാദികൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്നു അല്ലേ? നമ്മുടെ പ്രവൃത്തിയുടെ ദോഷം കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് ഏത്? ആ ദുഃഖങ്ങൾ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ അത് ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും വഴക്കായി ഒരു ദുഃഖമായി മാറും അല്ലേ? എന്താകുന്നത്? അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്തതിനെയൊക്കെ ആഗ്രഹിക്കുക. കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹം അല്ലേ? അപ്പോൾ ഇത് ഷഡ്വൈരികളാണെന്ന് പറയും. നമ്മുടെ ഉള്ളിലുള്ള 6 ദോഷങ്ങളാണെന്ന് പറയും. ഏതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. എഴുത്തച്ഛൻ എന്താ പറഞ്ഞേ? ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംശം. എൻ്റെ മനസ്സിനെ എന്ത് ചെയ്യരുത്? ഈ ഷഡ്വൈരികൾ കടന്ന് വിളയാടാൻ അനുവദിക്കരുതേ. ഈ 6 വൈരികളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. വൈരികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുക്കളാണെന്ന് അല്ലേ? ഇത് വല്ലതും നല്ലതാണോ? അപ്പം അതും മൂലം ഉണ്ടാകുന്ന ദുഃഖമാണ് ഏത്? ആദി ഭൗതിക ദുഃഖം എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? അല്ല, ആധ്യാത്മിക ദുഃഖം. ആദി ഭൗതിക അല്ല, ആധ്യാത്മിക ദുഃഖം. രണ്ടാമത്താണ് ആദി ഭൗതിക ദുഃഖം. രണ്ടാമത്തത് മറ്റുള്ളവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന, പഞ്ചഭൂതങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളങ്ങോട്ട് പോകുമ്പോഴത്തേനും ഒരു പട്ടി കടിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് പോയപ്പോൾ ഒരു ഓല നമ്മൾ ദേഹത്ത് വിട്ടു, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് എന്ത്? ആദി ഭൗതികമായിട്ടുള്ള ദുഃഖം. മൂന്നാമത്തത് ആദി ദൈവികമായിട്ടുള്ളത്. അതെന്താണ്? പ്രകൃതി ദുരന്തങ്ങൾ, ദൈവഗത്യ ഉണ്ടാകുന്നുള്ള വെള്ളപ്പൊക്കം, പ്രളയം, അങ്ങനെയൊക്കെയുള്ള അല്ലേ? അപ്പോൾ ഈ 3 രീതിയിലുള്ള താപങ്ങളും അല്ലെങ്കിൽ എന്താണ്, എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളും എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും എല്ലാം ഒഴിവാക്കി തരണേ അല്ലയോ ഹരേ. ഹര എന്താ പറഞ്ഞിരിക്കുന്നത്? ഹര എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചാലും എന്ന് പറഞ്ഞ് സങ്കടങ്ങളും ദുഃഖങ്ങളും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ ജീവിതം അല്ലെങ്കിൽ സംസാരം, ഈ സംസാര ജീവിതം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ദുഃഖം ഉണ്ടാകും തീർച്ചയാണ് അല്ലേ? ആർക്കെങ്കിലും ദുഃഖം ഇല്ലാതെ ഉണ്ടാകും? ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും ദുഃഖം ഇല്ലാതെ ഉണ്ടാകും? നമ്മൾ വിചാരിക്കും അവർക്ക് ദുഃഖമില്ലയോ, അവരെന്നാ പണക്കാരാണ്, അവർക്കൊരു ദുഃഖവും ഇല്ല. നമ്മൾ വിചാരിക്കുന്നത് ഈ പണമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? ദുഃഖമില്ല എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ എന്താണ്? അവർക്ക് ഭയങ്കര ദുഃഖമായിരിക്കും അല്ലേ? എപ്പോഴും നമുക്ക് എന്തെങ്കിലുമുള്ള ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് തന്നെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആ ദുഃഖങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് അതൊന്ന് സഹിക്കാനുള്ള പ്രാപ്തി എനിക്ക് ഉണ്ടാക്കി തരണേ.
അല്ലേ? എനിക്കത് വലിയ വലിയ സങ്കടങ്ങളൊക്കെ വരുത്താതെ എനിക്ക് എൻ്റെ മനസ്സിന് താങ്ങാവുന്ന സങ്കടം തരണേ. സങ്കടം ഇല്ലാതെ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ, ഇപ്പോൾ ഒരൊറ്റ ശ്ലോകമേ ആയിട്ടുള്ളൂ, ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മനസ്സിലായോ ആദ്യത്തെ ശ്ലോകം അല്ലേ? ഇവിടെ പിന്നെ നമ്മുടെ ഗുരുദേവൻ്റെ പുഷ്പാഞ്ജലി മന്ത്രങ്ങളുമായിട്ട് വേണം ബന്ധപ്പെടുത്തി നമുക്ക് ഒത്തിരി പറയാം ഇതിനകത്ത്. ആരാണ് പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ എഴുതിയത്? ചൈതന്യ സ്വാമികൾ. എത്രയെണ്ണാണ്? 28. അതിനകത്തുണ്ട് ഓം സംസാര താപശമനായ നമ, രണ്ടാമത്തെ മന്ത്രമാണ് അല്ലേ? അതും എന്ത് തന്നെയാണ്, ഇത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, സംസാര താപങ്ങളെ ഇല്ലാതാക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. കണ്ടോ? അപ്പം ഇവിടെ പല ആത്മാംശവും നമ്മൾക്ക് എന്തിൽ കാണാം? ഗുരുദേവൻ്റെ പല കൃതികളിലും നമുക്ക് എന്ത് കാണാം? ആത്മാംശവും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ആമയം ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അജ്ഞാനത്തെ ഇല്ലാതാക്കി അവിടെ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവരെ ഇതൊക്കെയാണ് ഇതിനകത്ത് ആമയം എന്ന് പറയുമ്പോഴത്തേന്. അതുകൊണ്ട് ഓം നാശിതാശേഷ കൽമഷായ നമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തന്മാരുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കി അവരുടെ പുണ്യപാപരൂപങ്ങളായ കർമ്മങ്ങൾ നശിപ്പിക്കുന്ന പരമഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെ പല പല പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ നമുക്ക് ഇതിനോട് കണക്ട് ചെയ്ത് പറയാവുന്നതുമാണ്. ഈ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താണ് ശ്രീകൃഷ്ണൻ എന്ത് തന്നെയാണെന്നാണ് പറയുന്നത്? വിഷ്ണു തന്നെയാണ്, പരബ്രഹ്മം തന്നെയാണ്, പരബ്രഹ്മ സ്വരൂപനായ വിഷ്ണു തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ ആ ശംഖ ചക്ര ഗദാ ധാരിയായ പുഷ്പമുണ്ടല്ലോ, ധാരിയായ വിഷ്ണുവിനെ അവതരിപ്പിക്കും. ഒന്നാമത്തെ ശ്രീ വാസുദേവ, താമര, പാഞ്ചജന്യം എന്ന ശംഖ്, കൗമോദകി എന്ന ഗദ, സകല ഭയങ്ങളെയും ഇല്ലാതാക്കി തീർക്കുന്ന ചക്രം എന്നിവ കൈകളിൽ ധരിച്ചിട്ടുള്ളതിനെ, ശ്രീവത്സം എന്ന മറുകുള്ള മാറിടത്തോടു കൂടിയതിനെ, സകല ദുഃഖങ്ങളുടെയും മൂലകാരണത്തെ നശിപ്പിക്കുന്നവനെ, ലക്ഷ്മിയുടെയും ഭൂമിദേവിയുടെയും പതിയായിട്ടുള്ളവനെ അല്ലെ ഭർത്താവായിട്ടുള്ളവനെ, ഹരിക്കുന്നവനായ ഭഗവാനെ, എൻ്റെ സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർക്കുക. മനസ്സിലായോ? ഗോവിന്ദ കുറച്ചുകൂടെ എളുപ്പമാണ്, നമുക്ക് അത്രയും വിശദീകരിക്കേണ്ട ആവശ്യമുള്ളതല്ല. ഗോപസുത, ഗോഗണപാലലോല, ഗോപീജനാംഗ കമനീയ നിജാംഗ സംഘ, ഗോപീജനാംഗ കമനീയ നിജാംഗ സംഘ, ഗോദേവി വല്ലഭ, മഹേശ്വര മുഖ്യവന്ദ്യ, ശ്രീഭൂപതേ ഹരഹരേ സകലാമ. ഒരു വരിയുടെ നമുക്കിനി വിശദീകരിക്കുക വേണ്ടതാണ്. ശ്രീഭൂപതേ ഹരഹരേ സകലാമയമേ. അതിനർത്ഥം എന്താണ്? ശ്രീയുടെയും അതായത് ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും പതിയായിട്ടുള്ള ഹരനായിട്ടുള്ള ഭഗവാനെ എൻ്റെ എല്ലാ ആമയങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും എല്ലാ രോഗങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും ഇല്ലാതാക്കി തന്നാലും അല്ലേ എന്താണ് അവിടെ പറയുന്നത്? പിന്നെ ഭൂമിയുടെ പതിയായിട്ടെന്ന് പറയുമ്പോഴത്തേനും നമ്മളറിയാം ഭൂമിയെ രക്ഷിച്ച ഭഗവാനുമാണ്. എവിടുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമല്ലേ, എന്താണ്? ഭൂമിയെ എടുത്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, പന്നിയായി വീണ്ടെടുത്തരാ പതിയായിട്ടുള്ളവരെ. ദശാവതാരം. അപ്പം ആദ്യത്തെ എന്താണ്? വിശേഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അല്ല ഓരോന്നും ഇനി വിശേഷിപ്പിക്കുവാണല്ലേ, ഓരോ പദങ്ങളിലൂടെ വിഷ്ണുവിനെ പ്രകീർത്തിക്കുവാണ്. ഗോവിന്ദ, ഗോവിന്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ മറ്റൊരു പര്യായമാണ് ഗോവിന്ദൻ. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, ഗോവർദ്ധന പർവ്വതത്തെ എന്താണ് ഉടയാക്കി നിർത്തി അയോധ്യയല്ലല്ലോ അമ്പാടി നിവാസികളെ ഗോക്കളെയും ഒക്കെ രക്ഷിച്ചവനെ എന്നുള്ള അർത്ഥമാണ് അങ്ങനെയാണ് ഗോവിന്ദൻ എന്നുള്ള പേര് കിട്ടുന്നത്. ഗോവിന്ദൻ എന്താണ്? ഗോവർദ്ധന. സിനിമാ പാട്ടില്ലേ, ഏതാണ് പാട്? പട്ടിയൂണി പാടിക്കും. അതെന്താണ്? അമ്പാടിയിൽ ശ്രീകൃഷ്ണൻ ചെല്ലുന്നതിന് മുമ്പ് അവിടെ ഇന്ദ്രനെയായിരുന്നു പൂജിച്ചുകൊണ്ടിരുന്നത്. മഴയുടെ അല്ലേ, മഴയ്ക്ക് വേണ്ടിയൊക്കെ ആദ്യകാലത്ത് ഇന്ദ്രനെയാണ് പൂജിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് അവിടെ ഗോവർദ്ധനഗിരി
കുടയായി കയ്യിലെടുക്കേണ്ട വന്നത്. ഗോവർദ്ധനഗിരി എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതം. ഗോവർദ്ധന പർവ്വതം ഒരു കുട പോലെ ചൂടിയതാണ് അമ്പാടിയുടെ മുകളിലെ കൃഷ്ണൻ, അല്ലേ? അങ്ങനെ അമ്പാടിയിലെ ഒരു പർവ്വതമാണ് ഗോവർദ്ധനം എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഇവർ ഇന്ദ്രനെയായിരുന്നു മഴയ്ക്ക് വേണ്ടിയൊക്കെ പൂജിച്ചിരുന്നത്. അപ്പം കൃഷ്ണൻ ചെന്നപ്പോഴത്തേനും പറഞ്ഞു മഴയുടെ കാരണം എന്ന് പറയുന്നത് പർവ്വതമാണ്, അല്ലേ? ഈ ഗോവർദ്ധന പർവ്വതം ഉള്ളതുകൊണ്ടാണ് എന്ത് ഇവിടെ മഴ പെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഈ ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചാൽ മതി. അപ്പം അതാർക്കും ഇഷ്ടപ്പെട്ടില്ല, ഇന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല. പതിവായിട്ടുള്ള പൂജ മുടങ്ങിയപ്പോൾ പുള്ളി ഇങ്ങോട്ട് നോക്കിയപ്പം ഇതിൻ്റെ കാരണം ഉടനെ എന്ത് ചെയ്തു? ഭയങ്കര കനത്ത മഴ പെയ്ച്ചു, ഒരു പ്രളയം പോലെ പെരുമഴ വന്ന് അമ്പാടി അങ്ങ് നശിപ്പിക്കാൻ, മുക്കിക്കൊല്ലാനായിട്ട് ആര് ശ്രമിച്ചു? ഇന്ദ്രൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവിടെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ആ ഗോവർദ്ധന പർവ്വതത്തെ എടുത്ത് അമ്പാടിയുടെ മുകളിൽ പിടിച്ചുകൊണ്ട് അമ്പാടിയെയും പശുക്കളെയും ഒക്കെ രക്ഷിച്ചു. അങ്ങനെ ഗോവിന്ദൻ. പിന്നെ വേറൊരു വാക്കുണ്ട്, ഗോവിനെ വശത്താക്കിയവനെ എന്നുമുള്ള കാര്യം. ഗോവിനെ വശത്താക്കിയവനെ, പശുവിൻ്റെ പരിപാലനമായിരുന്നല്ലോ, അല്ലേ? കാലിച്ചക്കനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗോവെന്ന് പറയുമ്പോൾ പശു എന്ന് മാത്രമല്ല, ഭൂമി എന്ന് പറഞ്ഞു. ഗോവിന് പശു, ഭൂമി എന്ന് രണ്ടും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ആ കഥയെന്നൊക്കെ നമ്മളെന്താ പിടികിട്ടുന്നത്? നമ്മളിന്ന് ഇതിനെല്ലാം ഓരോരോ തത്വങ്ങൾ നമ്മളിതിനകത്തുനിന്ന് പഠിക്കുന്നുണ്ട്. പ്രകൃതിയൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പം നമുക്ക് മഴയും വെയിലും ഒക്കെ ശരിക്കുള്ള കാലത്തൊക്കെയാണ്. മഴ പെയ്യേണ്ട സമയത്ത് കൊടും വേനലിൻ്റെ സമയത്ത് പെരുമഴയൊക്കെ വരുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നതിൻ്റെ, പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ ഇടിച്ചു നിർത്തുന്നതും കണ്ടമൊക്കെ നികത്തി ഫ്ലാറ്റ് ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ അവർ സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ്? ഗോവിനെ വശത്താക്കിയവനെ എന്നുണ്ട്. ഗോപസുത, രണ്ടാമത്തെ വാക്കെന്താണ്? ഗോപസുത എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഗോപൻ്റെ പുത്രൻ, നന്ദഗോപരുടെ സുതനാരാണ്? പുത്രൻ. നന്ദഗോപരുടെ പുത്രനായിട്ടുള്ളവനെ ഗോഗണപാലലോല എന്താണ്? പശുക്കളുടെ കൂട്ടത്തെ പാലിക്കാൻ താല്പര്യമുള്ളവനെ. അവിടെയും എന്ത് വരുന്നുണ്ട്? ഞാൻ മുമ്പേ പറഞ്ഞു ഗുരുദേവൻ്റെ ഒരു ആത്മാർത്ഥം. ഗുരുദേവന് ചെറുപ്പകാലത്ത് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാലിമേയ്ക്കലായിരുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ കൃഷ്ണനും എന്താണ്? കാലി മേയ്ക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ പശുക്കൂട്ടത്തെ പാലിക്കാൻ താല്പര്യമുള്ളവനെ. 2-3 വാക്കുകൾ ഏതൊക്കെയാണ്? ഗോവിന്ദ, ഗോവിനെ വശത്താക്കിയവനെ, അല്ലെങ്കിൽ ഗോവർദ്ധന പർവ്വതത്തെ കുടയായി ചൂടിയവനെ ഗോവിന്ദ. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഗോപസുത, ഏതാണ്? നന്ദഗോപരുടെ പുത്രനായിട്ടുള്ളവനെ. അടുത്ത എന്താണ്? ഗോഗണപാലലോല, പശുക്കൂട്ടത്തെ പാലിക്കാൻ താല്പര്യമുള്ളവനെ. അടുത്ത എന്താണ്? ഗോപി ജനാംഗ കമനീയ നിജാംഗ സംഘം, അല്ലേ? ആ വാക്കാണ് ഒരു ഇച്ചിരി പാടല്ലേ? ഗോപി ജനാംഗ കമനീയ നിജാംഗ സംഘം. ഗോപീജനങ്ങളുടെ, ഗോപികമാരുടെ കമനീയമായ അംഗം, അവരുടെ ശരീരത്തെ തൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ച്, അവരെ കൂടി തന്നോട് ചേർത്ത് വെച്ച് ആത്മാനന്ദം അനുഭവിച്ചവരെ എന്നാണ്. എന്താണ്? ഗോപീജനാംഗ കമനീയ നിജാംഗ സംഘ. ഗോപീജനങ്ങളുടെ അംഗങ്ങളുടെ, ഗോപികമാരുടെ അംഗങ്ങളുടെ ശരീരത്തെ കമനീയമായ നിന്റെ അംഗത്തോട് ചേർത്ത് വെച്ച് ആത്മാനന്ദം അനുഭവിച്ചവനെ, ആ ലീലകൾ ആടിയവനെ. ആ ലീലയ്ക്ക് നമ്മളെന്താ പറയുന്നത്? രാസക്രീഡ, രാസലീല എന്നൊക്കെ പറയും. നമ്മൾ പറയും 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതെന്താണ്? ആ ഗോപ വനിതകളും ആ ഗോപകുമാരനായ ഭഗവാനും കൂടി യമുനാതീരത്ത് വെച്ച് നടത്തിയ ആ ആനന്ദ നൃത്തം എന്ന് പറയുന്നത് ആധ്യാത്മികമായ ആ സാക്ഷാത്കാര ദശയിലുണ്ടാകുന്ന ആ ഒരു അഭൗമം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ സാധിക്കാത്തത് അനന്തവുമായ ബോധത്തിലുള്ള ശാന്തി മണ്ഡലത്തിൻ്റെ ഒരാനന്ദ നിർവൃതി എന്ന് വേണേൽ പറയാം. അതായത് ആ ഗോപികമാരനുഭവിക്കുന്ന ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴി. ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു. നമ്മൾ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരനുമായിട്ട് ലയിച്ചു ചേരുന്ന അനുഭവം.
അവർ ഭയങ്കര ഭക്തരാണ്. ആരുടെ? കൃഷ്ണൻ്റെ. ആ കൃഷ്ണൻ്റെ പരമോന്നത ഭക്തിയിൽ അവരെന്ത് ചെയ്യുവാണ്? അവരും കൃഷ്ണനും കൂടെ ഒന്നായി മാറും. ആ ആത്മാംശത്തിലെ അതാണ് എന്ത് പറയുന്നത് നമ്മൾ ഈ രാസക്രീഡ, രാസലീല എന്നൊക്കെ പറയുന്ന, അല്ല രാസക്രീഡ എന്ന് പറയുന്നത്. അല്ലാതെ ഈ 16,008 ഭാര്യമാരുണ്ടെന്നുള്ളതൊന്നും അല്ല എൻ്റെ അർത്ഥം. എന്താണ്? ആ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആ വഴിയിൽ ഭഗവാൻ. അപ്പോൾ ആ ഭക്തിയുടെ പാരമ്പര്യയിൽ ഓരോ ഗോപിയേക്കും തോന്നുന്നത് എന്താണ്? ഭഗവാൻ എൻ്റെ കൂടെയാണ്, എൻ്റെ കൂടെയാണെന്ന്, അല്ലേ? ആ ഓരോരുത്തരും വിചാരിക്കുന്നത് എന്താണ്? എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെയുണ്ടെന്ന്. ഭക്തി അത്രയും ഭക്തിയുടെ പാരമ്യത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ എന്ത് ചെയ്യത്തുള്ളൂ. താനും ഭഗവാനും ഒന്നാണ്. തത്വമസി എന്നൊക്കെ പറയുന്ന അത് എന്താണ്? അത് നീ തന്നെയാണ്. എൻ്റെ ഉള്ളിലുള്ള ആ ഈശ്വരനെ കണ്ടെത്തുന്ന ആ വലിയ ആത്മസാക്ഷാത്കാരത്തിൻ്റെ അനുഭവമാണ് ആർക്കുണ്ടാകുന്നത്? ആ ഗോപികമാർക്ക് ഉണ്ടാകുന്നത്. അതാണ് ആ രാസക്രീഡ എന്നൊക്കെ പറയുന്നത്. പിന്നെ വേണേൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ വിഷയങ്ങളൊക്കെ, വിഷയസുഖങ്ങൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ലൗകിക ജീവിതത്തിലെ ഓരോ സുഖങ്ങൾ, ലൗകിക കാമനകളൊക്കെ, അതിനെ ആരായിട്ട് നമുക്ക് വേണേൽ പെടുത്താം? ഈ ഗോപികമാരായിട്ട് നമുക്ക് വേണേൽ പറയാം. അതിൻ്റെ ആധ്യാത്മികമായ ബോധം എന്ന് പറഞ്ഞാൽ കൃഷ്ണനുമാണ്. അതിനെ അല്പം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ യോഗികളൊക്കെ നേടുന്ന, അതായത് ശ്രീനാരായണ ഗുരുദേവനെ പോലെയൊക്കെയുള്ള തപസ് ചെയ്യുന്ന, തപസ്സിലൂടെ യോഗിമാർക്ക് മാത്രം നേടുന്ന ഒരു പരമാനന്ദം ഉണ്ടല്ലോ. ആ പരമാനന്ദത്തെ ഗുരുദേവൻ തന്നെ പല ഇതിലും വർണ്ണിച്ചിട്ടുണ്ട്. അനുഭവിയാതറിവില്ല എന്ന് വർണ്ണിച്ചിട്ടുണ്ട്, അല്ലേ? പിന്നെ പല കൃതികളിലും ഗുരുദേവൻ ആ യോഗ സാക്ഷാത്കാരത്തിൻ്റെ, യോഗികൾക്ക് മാത്രം നേടാൻ പറ്റുന്ന ആ വലിയ ആത്മസാക്ഷാത്കാരത്തിൻ്റെ അവസ്ഥ വർണ്ണിച്ചിട്ടുണ്ട്. അതാണ് ആരനുഭവിക്കുന്നത് ഇവിടെ? ഗോപികമാർ ഭഗവാന്റെ ഒപ്പം ആ ലീലയാടുമ്പോൾ ആ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആ അഭൗമമായ തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, കേട്ടോ. അപ്പോൾ എന്താണ്? ഗോപി ജനാംഗ കമനീയ നിജാംഗ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോപികമാരുടെ, ആ വാക്കിൻ്റെ അർത്ഥം പറയുകയാണ്, ഗോപികമാരുടെ അംഗങ്ങളെ, ശരീരത്തെ കമനീയമായ സ്വന്തം ശരീരത്തോട് ചേർത്ത് വെച്ച് അവരെ കൂടി ആത്മാനന്ദം അനുഭവിപ്പിച്ചവനെ എന്നാണ്. അടുത്തത് ഗോദേവി വല്ലഭ. മുമ്പേ പറഞ്ഞല്ലോ ഗോവിനെ ഭൂമി എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ എന്താണ്? ഭൂമി ദേവിയുടെ വല്ലഭനായിട്ടുള്ളവനെ, പതിയായിട്ടുള്ളവനെ തന്നെയാണ്. ഭൂപതി എന്ന് പറഞ്ഞ മുമ്പത്തെ അർത്ഥം തന്നെയാണ് ഗോദേവി വല്ലഭ. ഗോദേവി എന്താണ്? ഭൂമിദേവി. ഭൂമിദേവിയുടെ വല്ലഭനാരാണ്? ഭർത്താവ്, പതിയായിട്ട് ഉള്ളവനെ. പിന്നെ മഹേശ്വര മുഖ്യമന്ത്രി. മഹേശ്വര മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹേശ്വരനാരാണ്? ശിവൻ. ശിവൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവന്. ശിവൻ തുടങ്ങിയ മറ്റു ദേവന്മാരെല്ലാം വന്ദിക്കപ്പെടുന്നത്. വിഷ്ണുവിനെ ആരൊക്കെ വന്ദിക്കുന്നു? ശിവൻ തുടങ്ങിയ മറ്റു ദേവന്മാരൊക്കെ വന്ദിക്കുന്നു. ഇത് പലയിടത്തും നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്പം മുമ്പേ നമ്മൾ പറഞ്ഞു, ചേച്ചി ഇപ്പോൾ വിനായകാഷ്ടത്തിനെ പറയാം. മുമ്പേ നമ്മൾ പറഞ്ഞു മഴമുകിൽ വർണ്ണനും അക്ഷി പറിച്ച് നൽകി. ആരെ? ശിവനെ ആര് വന്ദിച്ചു? വിഷ്ണു, അല്ലേ? കണ്ണൊക്കെ പറിച്ചു കൊടുത്ത് ഭജിച്ചു, സ്തുതിച്ചു എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ പറയുന്നത് വിഷ്ണുവിനെ ആര് സ്തുതിച്ചു, അല്ലെ ആര് വന്ദിക്കുന്നു? ശിവൻ വന്ദിക്കുന്നു. മുമ്പ് ചേച്ചി പറഞ്ഞത് എന്താണ്? വിനായകാഷ്ടകം. വിനായകാഷ്ടകത്തിൽ എന്താ പറയുന്നത്? ദേവവൃന്ദം, എല്ലാ ദേവന്മാരുടെ കൂട്ടം വന്ന് നിൻ്റെ മുമ്പിൽ നമിക്കുവാണെന്ന്. അതിൻ്റെ എങ്ങനെയൊക്കെ പറയുന്നത്? വിനായകനെ വർണ്ണിക്കുവാൻ പറയാണ് എല്ലാ ദേവന്മാരും നിൻ്റെ മുമ്പിൽ വർണ്ണിക്കുന്നു. ഇപ്പോൾ വിഷ്ണുവിനെ വർണ്ണിച്ചപ്പോൾ ഇവിടെ പറയുകയാണ് ശിവൻ തുടങ്ങിയ എല്ലാ ദേവന്മാരാലും വർണ്ണിക്കപ്പെടുന്നവനെ മഹേശ്വര മുഖ്യമന്ത്രിയ. പിന്നെ മുമ്പേ പറഞ്ഞു മഴമുകിൽ വർണ്ണനും അക്ഷി പറിച്ച് നൽകി വന്ധ്യ. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നേ? ഏത് ദേവനെ വാഴ്ത്തുമ്പോഴും എന്താണ്? ആ ദേവനാണ് വലിയവനും നല്ല വിവരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. എന്താണ് വലിയവനും? എല്ലാ ദേവന്മാരും ആ പരമമായ ആ സത്യം തന്നെയാണ്, പരമമായ പരമ്പൊരുൾ തന്നെയാണ്, ആ പരബ്രഹ്മം തന്നെയാണെന്നുള്ളതാണ് എന്ത് ഇവിടെ പറയുന്നത്. വിനായകനെ വർണ്ണിക്കുമ്പോഴും എന്താണ്?
ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏത് ദേവതകളുടെ കൃതികളെടുത്താലും ഏത് ദേവതയും എന്താണ്? ആ സാക്ഷാത് പരബ്രഹ്മത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ്. ആ പരബ്രഹ്മമൂർത്തിയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? എല്ലാ ദേവതകളും വന്ന് വന്ദിക്കും. അപ്പം വിനായകനെ വർണ്ണിക്കുമ്പോൾ അങ്ങനെ പറയാം. അപ്പം നിങ്ങളോട് ആര് ചോദിച്ചാലും ഇങ്ങനെയൊക്കെ പലരും സംശയം ചോദിക്കും. നിങ്ങൾ കൃതി പഠിക്കുന്നതല്ലേ, ഏത് തന്നെ അവിടെ ഗുരുദേവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വിനായകൻ്റെ അവിടുത്തെ നമദേവ വൃന്ദം. വിഷ്ണുവിനെ വർണ്ണിക്കുമ്പോഴത്തേനും മഹേശ്വരൻ മുഖ്യവന്തിയാന്ന് പറഞ്ഞിരിക്കുന്നത്. ശിവനെ വർണ്ണിക്കുന്ന ശിവശതകത്തിലാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ചോദിക്കുമ്പോൾ എന്താണ്? എല്ലാ ദേവതകളും എന്താണ്? ആ പരബ്രഹ്മത്തിൻ്റെ, ആ പരമ്പൊരുളിൻ്റെ ഏകവും അദ്വയവുമായ, അല്ലേ, രണ്ടില്ലാത്ത ഒന്നേ ഉള്ള ആ പരമ്പൊരുളിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ മാത്രമാണെന്നാണ് അടിവരയിട്ട് ഗുരുദേവൻ നമ്മളെ ഓരോ കൃതികളിലൂടെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇങ്ങനെ മഹേശ്വരൻ വന്ന്, മഹേശ്വരനും മറ്റുള്ള ദേവന്മാരെല്ലാവരും എന്നാണ് പറയുന്നത്. മഹേശ്വര മുഖ്യമന്ത്യ. പിന്നെ അതിനകത്ത് ലാസ്റ്റത്തെ വരി നമുക്കറിയാവില്ല, ഏതാണ്? ശ്രീ ഭൂപതേ ഹരഹരേ സകല. അർത്ഥം മനസ്സിലായോ ആ ശ്ലോകത്തിൻ്റെ? അല്ലയോ ഗോവിന്ദനായിട്ടുള്ളവനെ, നന്ദഗോപരുടെ പുത്രനായിട്ടുള്ളവനെ, ഗോഗണങ്ങളെ പരിപാലിക്കുന്നതിൽ താല്പര്യം കാണിച്ചവനെ, ഗോപികന്മാരുടെ ശീലത്തോട് സ്വന്തം ശരീരത്തെ കമനീയമായ സ്വന്തം ശരീരത്തെ ചേർത്ത് വെച്ച് ആത്മാനന്ദം അനുഭവിച്ചവനെ, ഭൂമി ദേവിയുടെ ഭർത്താവായിട്ടുള്ളവനെ, മഹേശ്വരൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനെ, ലക്ഷ്മിയുടെയും ഭൂമിദേവിയുടെയും ഭർത്താവായിട്ടുള്ളവനെ, എൻ്റെ സകല ആമയങ്ങളെയും ഇല്ലാതാക്കണമേ. ഗോവിന്ദനായിട്ടുള്ളവനെ, നന്ദഗോപരുടെ പുത്രനായിട്ടുള്ളവനെ, ഗോഗണങ്ങളെ പരിപാലിക്കുന്നതിൽ താല്പര്യം കാട്ടിയവനെ, ഗോപികമാരുടെ ശരീരത്തോട് കമനീയമായ സ്വന്തം ശരീരത്തെ ചേർത്ത് വെച്ച് ആത്മാനന്ദം അനുഭവിച്ചവനെ, ഭൂമിദേവിയുടെ ഭർത്താവായിട്ടുള്ളവനെ, മഹേശ്വരൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനെ, ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും പതിയായിട്ടുള്ളവനെ, പതിയായിട്ടുള്ളവനെ, എൻ്റെ സകല ആമയങ്ങളെയും ഇല്ലാതാക്കണമേ. കിട്ടിയോ? അത് ഓരോ വാക്കുകളും നമുക്ക് എടുത്ത് പറയാനായിട്ട് പിരിക്കാനൊന്നുമില്ല. എന്താണ്? നീലാളികേശ പരിഭൂഷിത ബർഹി ബർഹ കാളാംബുദ ദ്യുതി കളായ കളയബര. ഓരോന്നും കാളാംബുദ ദ്യുതി കളായ കളേബരാഭ വീര സ്വഭക്തജനവത്സല നീരജാക്ഷ ശ്രീഭൂപതേ ഹരഹരേ സകലാമ. അവസാന വരി നമുക്കറിയാം. ഭൂമിദേവിയുടെയും ലക്ഷ്മി അദ്യുതിയല്ല, കാളാംബുദ്യുതി, കാളാംബുദ്യുതി കളായ കളയപര വീര സ്വഭക്തജനവത്സല നീരജാക്ഷ ശ്രീഭൂപതേ ഹരഹരേ സകലാമ. ഇവിടെ കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ സൗന്ദര്യം, വീര്യം, ഭക്തവാത്സല്യം, ഇത് മൂന്നുമാണ്. സൗന്ദര്യം അതൊക്കെ തന്നെയായിരുന്നു അല്ലേ? വീര്യം, ഭക്ത, വാത്സല്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സൗന്ദര്യം എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നൊക്കെ? നീലാളികേശം, മുടി എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നീല നിറത്തിലുള്ള അളി എന്താണ്? വണ്ട് അല്ലേ? വണ്ടിൻ കൂട്ടങ്ങൾ. നീലം എന്ന് പറയുമ്പോൾ ഇവിടെ കറുത്ത നിറമാണ്. കരിവണ്ട്, കരിവണ്ടിൻ്റെ നിറമാർന്ന
മുടിയോട് കൂടിയവനെ, കേശത്തോട് കൂടിയവനെ, നല്ല കറുത്ത മുടി തന്നെയാണ് ഭംഗി അല്ലേ അല്ലേ? അതോ വെളുത്ത മുടിയാണ്? അതുകൊണ്ടാണല്ലോ ഡൈക്കാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് അല്ലേ? ഇതിന് ഭംഗി ഏതാ? കറുത്ത തന്നെയാണ്. അപ്പോൾ എന്താണ്, ബാക്കി നമുക്ക് കറുപ്പ് ഇഷ്ടമില്ല, നിറം കറുപ്പ് ഇഷ്ടമാണ്, പക്ഷെ മുടി എങ്ങനെ ഇരിക്കണം? അപ്പം നീലാളി കേശം, നല്ല കരിവണ്ടിൻ്റെ നിറമുള്ള മുടിയോട് കൂടിയവനെ. പിന്നെ അടുത്ത എന്താണ്? പരിഭൂഷിത ബർഹ. ബർഹിയുടെ ബർഹത്തെ പരിഭൂഷിത എന്ന് പറഞ്ഞാൽ അണിഞ്ഞിരിക്കുന്നവനെ, ചാർത്തിയിരിക്കുന്നവനെ. ബർഹി എന്താണെന്നറിയാം? മയിൽ. ബർഹി എന്താണ്? മയിൽ. ബർഹം പീലി. ബർഹ എന്താണ്? മയിൽപ്പീലി. മയിൽപ്പീലി അണിഞ്ഞിരിക്കുന്നവനെ, ആ നീലത്തിരിമുടിയിൽ, ആ നീലത്തിരിമുടി എന്നും പറയാം, അല്ലെങ്കിൽ ആ കറുത്ത ആ കരിവണ്ടിൻ കൂട്ടങ്ങളെ പോലെയുള്ള ആ മനോഹരമായ മുടിയിൽ നല്ല മയിൽപ്പീലിയും അണിഞ്ഞിരിക്കുന്നവനെ. ആ സൗന്ദര്യമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. കൃഷ്ണൻ്റെ രൂപം എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം എന്താണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആ തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് അവിടെ ഒരു പീലിയൊക്കെ അണിഞ്ഞ ഒരു രൂപമാണ്. സിനിമാ പാട്ടാണ് ഇഷ്ടം പോലെയുണ്ട് അല്ലേ? പാടാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കും പാടാൻ അറിഞ്ഞുള്ളതുകൊണ്ട് ഞാൻ ഏതാ പീലി കുട്ടിയുള്ള പാട്ട് ഇഷ്ടം പോലെ ഇല്ലേ? പാട്ടില്ലേ? കേശാദിപാദം. അത് ശ്ലോകം നമ്മുടെ ഇതല്ലേ, ഭക്തിഗാനമല്ലേ, അല്ലാതെ സിനിമാ പാട്ടാ ഇല്ലേ? കേശാദിപാദം തൊഴുന്നേ, അതൊന്ന് പഠിക്കും. കേശവ തൊഴുന്നേ. അടുത്ത എന്താണ്? പീലിത്തിരുമുടിയും നീലത്തിരുവുടലും അല്ലേ? കാലത്തോടു കുറിയും എന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവിടെ പീലിത്തിരുമുടി ഇത്രയും ശ്ലോകങ്ങളിലുണ്ട്. ഇത്രയും ഭക്തിഗാനങ്ങളിലും എല്ലാം കൃഷ്ണനെ വർണ്ണിക്കുമ്പോൾ എന്താണ്? ആ മനോഹരമായ പീലിത്തിരുമുടി വർണ്ണിക്കാറുണ്ട്. കൃഷ്ണൻ മഞ്ഞത്തൂലുമൊക്കെ അപ്പോൾ വർണ്ണിക്കാം. അപ്പോൾ ഇവിടെ ആ സൗന്ദര്യം എന്നൊക്കെ ആണ് വർണ്ണിക്കുക. അതിന് ഭംഗി കൂട്ടുന്ന മനോഹരമായ കറുത്തിരുണ്ട മുടിയും പിന്നെ ആ ബർഹത്തെ ഇതായിട്ട് അണിഞ്ഞിട്ടുള്ളവനുമായിട്ടുള്ള ചാർത്തിയിരിക്കുന്ന മയിൽപ്പീലി ചാർത്തിയിരിക്കുന്ന. അടുത്ത എന്താണ്? കാളാമ്പുത ദ്യുതി. അതാണ് ദ്യുതി എന്ന് ഞാൻ പറയാം, അദ്യുതി അല്ലാന്ന് തന്നെ പറഞ്ഞ. കാളാമ്പുതം എന്താണ്? കാളാമ്പുതം. അമ്പുതം എന്താ? അമ്പുതം അല്ല, അംബുജമാണ് താമര. അമ്പുതം മേഘമാണ്. അമ്പുവല്ല, അമ്പുവിൽ നിന്നല്ലേ മേഘം ഉണ്ടാകുന്നത്, വെള്ളം അല്ലേ, നീരാവിയായിട്ടൊക്കെ. അപ്പം അമ്പുതം എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം. കാളാമ്പുതം എന്ന് പറഞ്ഞാലോ കാർമേഘം. കൃഷ്ണൻ്റെ നിറം എന്താണ്? കാർമേഘം അല്ലേ? കാർമേഘ വർണ്ണനെ മാറി അല്ലേ? ഇപ്പോൾ സിനിമ പാട്ടാണ്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സിനിമാ പാട്ടാണ് അല്ലേ? അപ്പം എന്താണ്? കാർമേഘമാണ്. കാളാമ്പുതം എന്താണ്? ആ കാളാമ്പുതത്തിൻ്റെ ദ്യുതി എന്താണ്? ശോഭ. കാർമേഘത്തിൻ്റെ ശോഭയോട് കൂടിയവനെ. അപ്പം ആദ്യം എന്താണ്? മുടി വർണ്ണിക്കുന്നു, മുടിയില പീലിത്തിരിമുടി വർണ്ണിക്കുന്നു. പിന്നെ മനോഹരമായ ആ ശരീരം നല്ല കാർമേഘ വർണ്ണമാണ്, ആ കാളാമ്പുത ദ്യുതിയാണ്. പിന്നെ അടുത്തത് കളയപരാഭ. കളായം എന്താണെന്ന് ചോദിച്ചാൽ കായാമ്പൂ. കളായം എന്താണ്? കായാമ്പൂ. അവിടെയുണ്ട് കായാമ്പൂ, കൂട്ടിയുണ്ട് കായാമ്പൂ വർണ്ണനൊക്കെ. ഏതാ? അത് വേറെ അല്ലേ? അതൊരു സ്ത്രീയെ വർണ്ണിക്കുന്നതല്ലേ? അപ്പം അതാണ് കായാമ്പൂ കണ്ണിൽ വിടറുക എന്ന് പറയുമ്പോൾ അത് ആ കായാമ്പൂവിൻ്റെ ഭംഗിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കായാമ്പൂ എന്ന് പറയുമ്പോൾ പ്രത്യേകം നല്ല മനോഹരമായ ഒരു പുഷ്പമാണ് അല്ലേ? അതിൻ്റെ കളേബരാഭ എന്ന് പറയുന്നത് എന്താണ്? കളേബരം എന്ന് പറഞ്ഞാൽ ശരീരം, ആഭ ശോഭ. കായാമ്പൂ പോലെ ആഭയുള്ള ശോഭയുള്ള ശരീരത്തോടു കൂടിയവനെ. ഇത്രയ്ക്ക് ഭംഗിയാണെന്ന് ആ ശരീരത്തിൻ്റെ ശോഭ എന്ന് പറഞ്ഞത്. കാളാമ്പുത ദ്യുതി കളേബരാഭ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കാർമേഘത്തിൻ്റെ ശോഭയോട് കൂടിയവനെ. അടുത്ത എന്തായിരുന്നു?
കായാമ്പൂ പോലെ ആഭയുള്ള, ആഭ എന്താണ്? അതും ശോഭ തന്നെയാണ്. ആ കായാമ്പൂ പോലെയുള്ള ശോഭയോട് കൂടിയ കളേബരത്തോടു കൂടിയവനെ, കളേബരം എന്താണ്? ശരീരത്തോടു കൂടിയവൻ. വീര, വീര എന്ന് പറഞ്ഞാൽ എന്താണ്? പരാക്രമശാലിയായിട്ടുള്ളവനെ. ആ വീര അല്ലേ, എല്ലാ വീരകൃത്യങ്ങളാണ് കൃഷ്ണൻ നടത്തിയിട്ടുള്ളത്. ബാലനായിരിക്കുമ്പോൾ തൊട്ട് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? കൊല്ലാനായിട്ട് വന്ന, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ കൊല്ലാനായിട്ട് വന്ന പൂതനെ എന്ത് ചെയ്തു? കൊന്നു അല്ലേ? അപ്പം അമ്മയായിട്ട് പാല് കൊടുത്ത ആണ് പൂതന കൊല്ലാനായിട്ട് തോന്നുന്നത്. പിന്നെ ശകടാസുരൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്, ഒരു വണ്ടിയായിട്ട് വന്നു. ആ ശകടാസുരൻ അതൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴാണ്, പിന്നെ പാല് കുടിക്കുന്ന പ്രായത്തിലാണ് പൂതനാമോക്ഷ അല്ലെ പൂതനയുടെ മതം എന്ന് പറയുന്നത്. വളരെ ബാല്യകാലത്ത്. അങ്ങനെ കൃഷ്ണൻ്റെ വീരശൂര പരാക്രമങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് എന്താണ് മാത്രം പറയാനായിട്ട് കിടക്കുന്നു അല്ലേ? ആ ശകടാസുരവധവും പൂതനാവധവും പിന്നെ ഗോവർദ്ധനഗിരി ഉയർത്തി അമ്പാടിയെ രക്ഷിക്കുന്നത്, പിന്നെ യുദ്ധത്തിൽ അർജുനനെയൊക്കെ പല ഇതിൽ രക്ഷിക്കുന്നതൊക്കെ നമുക്ക് വേണേൽ പറയാം. ആ കംസവധവും അങ്ങനെ ദുഷ്ടനിഗ്രഹങ്ങൾ ഇഷ്ടം പോലെയുള്ളതും, പിന്നെ മഹാഭാരത യുദ്ധസമയത്ത് പാണ്ഡവരെ ഏതെല്ലാം വിധത്തിൽ രക്ഷിക്കുക. മതങ്ങൾ മാത്രമല്ലല്ലോ വീരത്വം എന്ന് പറയുമ്പോൾ, അവരുടെ എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും അല്ലേ അവരുടെ എല്ലാ ആ ഭാഗ്യക്കേടിൽ നിന്നും രക്ഷിക്കുന്ന ആരാണ്? ആ സമയത്ത് കൃഷ്ണനാണ് അല്ലേ? കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്? യുദ്ധത്തിൽ വിജയിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് അവരെ ആരെങ്കിലും കീഴ്പ്പെടുത്താൻ പറ്റുമോ? ആരെ? ദ്രോണാചാര്യരെയും കർണനെയും പിന്നെ ഭീഷ്മരെയും, ഈ 3 ശക്തികളുള്ള ഒരു കാലത്തും പാണ്ഡവർക്ക് അവരെ ജയിക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ടിപ്പുകളൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? കൃഷ്ണ പറഞ്ഞു കൊടുക്കുന്നത്. അത് ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? കർണനെ ഒന്നും ഒരു കാലത്തും വധിക്കാനായിട്ട് പറ്റത്തില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വീര പരാക്രമങ്ങളോട് കൂടിയവനെ, നിന്റെ പരാക്രമശാലിയായിട്ടുള്ളവനെ. സ്വഭക്തജനവത്സല, അതെന്താണ് സ്വഭക്തജനവത്സല എന്ന് പറഞ്ഞിരിക്കുന്നത്? ഭക്തജനങ്ങൾക്ക് വാത്സല്യം. ഭക്തജനങ്ങളോട് മാത്രം വാത്സല്യം എന്ന് എടുക്കരുത്. ഇവിടെ ഭക്തജനങ്ങൾക്ക് വാത്സല്യമുള്ളവനെ, ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായി നിന്നെ ആരൊക്കെയാണോ സാക്ഷാത്കരിക്കുന്നത് അവർക്കെല്ലാം എന്തായിട്ടുള്ളവനെ? വാത്സല്യമുള്ളവനെ. നമുക്കറിയാവുന്നതാണ് എത്ര സന്ദർഭങ്ങളിലാണ് ശ്രീകൃഷ്ണൻ്റെ വാത്സല്യം പ്രകടമായിരിക്കുന്നത് ഭക്തരുടെ മുമ്പിൽ അല്ലേ? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്തൊക്കെ നമുക്കറിയരുതോ? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് അവൾ ആദ്യം വിളിക്കുന്നില്ല കൃഷ്ണനെ അല്ലേ? ആദ്യം അവൾക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു. എന്നായിരുന്നു? ചെയ്യുവല്ലെന്ന് പറഞ്ഞാൽ ആരുണ്ട്? 5 ഭർത്താക്കന്മാരുണ്ട്, പഞ്ചപാണ്ഡവന്മാർ, വലിയ 10,000 മതകജനങ്ങളുടെ കരുത്തുള്ള ഭീമനുണ്ട്, വില്ലാളി വീരനായ അർജുനുണ്ടെന്നൊക്കെ വിചാരിച്ച് അവൾ ഇരുന്നപ്പോഴാണ്, അവരെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് കണ്ടപ്പോഴാണ് അപ്പം കൃഷ്ണനെ വിളിക്കുന്ന ആ സന്ദർഭത്തിൽ ഓടി വരുന്നത് അല്ലേ? അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം അവരെ ദുർവാസാവാന്ന് തോന്നുന്നു പരീക്ഷിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഇവർ കാട്ടി താമസിക്കുന്ന സമയത്ത്, ഭക്ഷണത്തിൻ്റെ കാട്ടി താമസിക്കുന്ന സമയത്ത് ദുര്യോധനൻ ചെന്ന് പറയത്തില്ലേ, ദുർവാസാവ് പെട്ടെന്ന് ശപിക്കുന്ന ആളാണല്ലോ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളല്ലേ, അവരുടെ ഭക്ഷണം കഴിഞ്ഞ് ചെല്ലണമെന്ന്. അതായത് അക്ഷയപാത്രം അവരുടെ കയ്യിലുണ്ടല്ലോ, അക്ഷയപാത്രം, ഇങ്ങനെ ഒരു പാത്രമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര പാത്രം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നതാണ്, വേറെ രീതിയിലാണ് അവർ പറഞ്ഞു വിടുന്നത്. സൂത്രം പ്രയോഗിച്ചാണ് ദുര്യോധനൻ. എന്താണ് അവർക്കിപ്പം അങ്ങനെ വന്ന് എത്ര പേരായിട്ട് എന്നാലും അവർക്ക് സ്വീകരിക്കാൻ പറ്റും, അങ്ങ് അവരുടെ ആതിഥ്യം ഒന്ന് സ്വീകരിക്കണം, സഹോദരങ്ങളല്ലേ എന്നുള്ള മട്ടിൽ നല്ല രീതിയിലാണ് പറഞ്ഞു വിടുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ചെല്ലാവുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആ സമയത്താണ് വരുമ്പോഴത്തേനും അതിനകത്തൊന്നുമില്ലല്ലോ. ഒരു ചോറല്ല, ഒരു കറിവേപ്പിലയില്ല, ഒരു ചീനിയിലയായിരുന്നു അന്നത്തെ കറിയുടെ ഒരു ഇലയുടെ ഒരു അംശമായിരുന്നു. അപ്പം അന്ന് പിന്നെ ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടാകത്തില്ല, കാരണം ദ്രൗപദി കഴിച്ചു കഴിഞ്ഞു അല്ലേ? ദ്രൗപദി കഴിച്ചു കഴിഞ്ഞാൽ ചെല്ലാവുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ദ്രൗപദി കഴിച്ചാൽ പിന്നെ പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം അവളെല്ലാം ഏറ്റവും ലാസ്റ്റേ കഴിക്കത്തുള്ളൂ. അങ്ങനെ കഴിപ്പം കഴിഞ്ഞപ്പോഴാണ് ദുർവാസാവ് കുറേ മുനികളുമായിട്ട് വരുന്നത്. എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് വാങ്ങും ഇവളന്ന് പറയുവാണ്, കൊടുത്ത് എന്തെങ്കിലും ഇങ്ങനെ ദുർവാസാവല്ലേ ശപിച്ച് ഭസ്മമാക്കി കളയും. ആ സമയത്താണ് കൃഷ്ണൻ ഇവൾ വിചാരിക്കുന്നത്, കൃഷ്ണൻ വന്നിട്ട് വിശക്കുന്നെന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അല്ലേ? അപ്പം ഇവള് പറയുകയാണ്, ഭഗവാനെ അവിടത്തേക്ക് അറിയുക ഒന്നുമില്ല, എല്ലാം അറിയുന്നവനില്ല അവിടുന്ന്,
എന്ന് പറയുമ്പോൾ ആ പാത്രം ഇങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ആ പാത്രത്തിൽ ഒരില പറ്റി പിടിച്ച് തന്നിട്ട് ശരിക്കും കഴുകിയില്ലാരും കഴുകില്ല. അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. അപ്പോൾ അതെടുത്ത് കൃഷ്ണൻ എന്ത് ചെയ്തു, അതൊക്കെ ഒരു നിമിത്തം ഭക്ഷിക്കുന്നു. അപ്പോഴേ അവിടെ നിൽക്കുന്ന കുളിക്കാനൊക്കെ പോയ ദുർവാസാവിൻ്റെ കൂട്ടർക്ക് നല്ല വയറല്ലാതെ നിറഞ്ഞ് ഏമ്പക്കം വിട്ടോ. ഇവർക്ക് പിന്നെ ഒന്നും വേണ്ട, ഇനി അവരുടെ അടുത്തോട്ട് വെറുതെ നാണം കിടണ്ടെന്ന് പറഞ്ഞ് അവർ തിരിച്ചു വരും. അപ്പം അങ്ങനെ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഭക്തജനത്തെ അല്ലെ പാണ്ഡവരെയൊക്കെ രക്ഷിച്ച കഥ പറയുകയാണെങ്കിൽ നമുക്ക് എത്ര മണിക്കൂർ വേണേലും പറയാനുണ്ട് അല്ലേ. അപ്പോൾ ഭക്തജന വത്സല. അടുത്ത എന്താണ്? നീരജാക്ഷ. നീരജാക്ഷ എന്താണ്? നീരജം, ഈ പറഞ്ഞ പോലെ നീരിൽ ജനിച്ച, മുമ്പേ പറഞ്ഞ അംബുജം എന്നൊക്കെ പറഞ്ഞ പോലെ താമരപ്പൂ. നീരജാക്ഷ എന്ന് പറഞ്ഞാൽ താമരപ്പൂ പോലെയുള്ള കണ്ണുകളോട് കൂടിയതിനെ. താമരപ്പൂ പോലെയുള്ള കണ്ണെന്ന് പറഞ്ഞാൽ മഹാബുദ്ധിയുടായിരിക്കും. താമരപ്പൂവിൻ്റെ ഇതളുകളോട് അല്ലെ അത്രയ്ക്ക് വിടർന്ന നീണ്ട കണ്ണുകളോട് കൂടിയവനെ. ആ സൗന്ദര്യം വർണ്ണിക്കുന്നത് ശ്രീ ഭൂപതേ ഹരഹരേ സകലാമൻ. അപ്പം കൃഷ്ണൻ്റെ വീരത്വം പരാക്രമത്തെ വർണ്ണിക്കുന്നുണ്ട്, ഭക്തജന വാത്സല്യത്തെ വർണ്ണിക്കുന്നുണ്ട്, ഇവിടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു. മനസ്സിലായോ ഓരോ വാക്കിൻ്റെ അർത്ഥം? നീലാളികേശ കരിവണ്ടിൻ്റെ കറുത്ത നിറത്തോടു കൂടിയ മുടിയോട് കൂടിയവനെ ബർഹി ബർഹ പരിഭൂഷിത എന്നുള്ളത്. പരിഭൂഷിത ബർഹി ബർഹ എന്നുള്ളത് എങ്ങനെ എടുക്കണം? ബർഹി ബർഹ പരിഭൂഷിത, ബർഹിയുടെ ബർഹത്തെ അണിഞ്ഞിരിക്കുന്നവനെ. മയിലിൻ്റെ പീലിയെ, മയിൽ പീലിയെ ആ ശിരസിൽ മുടിയിൽ അണിഞ്ഞിരിക്കുന്നവനെ. കാളാമ്പുത ദ്യുതിയോട് കൂടിയവനെ. കാളാമ്പുതത്തിൻ്റെ ദ്യുതി, കാർമേഘത്തിൻ്റെ ശോഭയോട് കൂടിയവനെ. കളായ കളയബരം. കളായ എന്താണ്? കായാമ്പൂ. കായാമ്പൂവിൻ്റെ കായാമ്പൂവിൻ്റെ ആഭയോട് കൂടിയ കളയബരത്തോട് കൂടിയവനെ. കായാമ്പൂവിൻ്റെ ശോഭയോട് കൂടിയ ശരീരത്തോട് കൂടിയവനെ. വീര പരാക്രമശാലിയായ സ്വഭക്തജനവത്സല, ഭക്തജനങ്ങൾക്ക് വാത്സല്യത്തോടു കൂടിയവനെ. ഭക്തജനങ്ങളിൽ നീരജാക്ഷ താമരക്കണ്ണ അല്ലേ. ശ്രീഭൂപതേ ഹരഹരേ സകലാമയം. ഇവിടെ വീരം എന്ന് പറയുന്നത് നമുക്കറിയാം. വീര്യം എന്ന് പറയുന്നത് ഭഗവാന്റെ 6 ലക്ഷണങ്ങളിലൊന്നാണ് അല്ലേ. ഭഗങ്ങൾ, 6 ഭഗങ്ങൾ എന്ന് പറയും. ഭഗവാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭഗങ്ങളോട് കൂടിയവനാണ്. ഭഗങ്ങളോട് കൂടി 6 എണ്ണമുണ്ട്, 6 ഭഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്സ്യ ജ്ഞാന വൈരാഗ്യോശ്ചൈവ ഷണ്ണാം ഭഗ ധീരണം. ഈ എത്ര എണ്ണമാണ്? 6 എണ്ണം. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 എണ്ണം. അതിലൊരെണ്ണമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഏത്? വീര്യം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെയും നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത് ഈ 6 ഭഗങ്ങളോട് കൂടിയവൻ, ഈ ഭഗവാന്റെ 6 ലക്ഷണങ്ങളുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പം ഇവിടെ അതിലൊന്നായ വീര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒന്ന് ചൊല്ലിക്കേ. പോലെ വണ്ടുകളുടേതുപോലെ കറുത്തിരുണ്ട കൂടിയവനെ. വണ്ടുകളുടേതുപോലെ കറുത്തിരുണ്ട മുടിയോട് കൂടിയവനെ. മയിൽപ്പീലികളാൽ അലങ്കൃതമായവനെ. മേഘത്തിൻ്റേതുപോലെയുള്ള ശോഭയുള്ളവനെ. കാർമേഘത്തിൻ്റേതുപോലെയുള്ള ശോഭയുള്ളവനെ. കായാമ്പൂവ് പോലെ ആഭയുള്ള, ആഭ എന്ന് പറഞ്ഞാൽ ശോഭയാണ് കേട്ടോ. ആഭയുള്ള ശരീരത്തോട് കൂടിയവനെ. വീരനായിട്ടുള്ളവനെ. സ്വന്തം ഭക്തജനങ്ങളിൽ എപ്പോഴും വാത്സല്യമുള്ളവനെ. താമരക്കണ്ണ. ലക്ഷ്മി ദേവിയുടെയും സ്വന്തം ഭക്തജനങ്ങളിൽ എപ്പോഴും വാത്സല്യമുള്ളവനെ. എഴുതി കണ്ണ. ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് കോമ ഇടണം കേട്ടോ. താമരക്കണ്ണ
ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും ഭർത്താവായിട്ടുള്ള അല്ലയോ ഹരി, ഹരേ അല്ലയോ ഹരി, എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി തരണമേ. പറയട്ടെ, എഴുതിയ പുറകിൽ എഴുതിയ വണ്ടുകളുടേതുപോലെ കറുത്തിരുണ്ട മുടിയോടുകൂടിയവനെ, മയിൽപ്പീലികളാൽ അലങ്കൃതമായവനെ, കാർമേഘത്തിൻ്റേതുപോലെയുള്ള ശോഭയുള്ളവനെ, കായാമ്പൂ പോലെ ആഭയുള്ള ശരീരത്തോടു കൂടിയവനെ, വീരനായിട്ടുള്ളവനെ, സ്വന്തം ഭക്തജനങ്ങളിൽ എപ്പോഴും വാത്സല്യമുള്ളവനെ, താമരക്കണ്ണ, ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും പതിയായിട്ടുള്ള അല്ലയോ ഹരി, എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കണമേ.